ഹലോ എവരി വൺ, ഞാൻ ജിയാദ്. ഇപ്പോൾ കേരള സെവൻത്ത് റാങ്കിൽ നിൽക്കുന്നത്. ആൻഡ് വെൽക്കം ടു മൈ നീറ്റ് ജേണി. നീറ്റ് ജേണി എന്ന് പറയുമ്പോൾ ഞാനത് സെക്കൻഡ് ടൈം റിപ്പീറ്റാണ് വരുന്നത്. എൻ്റെ ഫസ്റ്റ് ടൈം റിപ്പീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സെൻറ്ററിൽ പോയി. എനിക്ക് ആ സെൻറ്ററിൽ എന്ത് ചെയ്തില്ല, അത്രയൊരു പേഴ്സണൽ അറ്റൻഷൻ ലാസ്റ്റ് സമയത്തിലേക്ക് എന്ത് ചെയ്തില്ല, അത്ര നന്നായിട്ട് ഒരു കെയർ കിട്ടിയില്ല. അത് സാധാരണ എന്ത് ചെയ്തു, അത് കാരണം എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു വർഷം വെറുതെ പോയി. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്തില്ല, ഞാൻ എത്തേണ്ട അത്ര എത്തിയില്ല. പക്ഷേ എനിക്ക് ആ വർഷം ഒരു കുറേ ഉപകാരം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കുറേ കണ്ടൻറ്റ്, കുറേ കോൺസെപ്റ്റുകൾ ക്ലിയറായി. എങ്ങനെയാണ് എൻട്രൻസ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് എൻട്രൻസിനെ ഫേസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അതാണ് എനിക്കൊരു ഫസ്റ്റ് ഡ്രോപ്പിൽ നിന്ന് കിട്ടിയത്. ശരിക്കും ആ ഒരു ഡ്രോപ്പിൽ തന്നെ എനിക്ക് എന്തായിരുന്നു, ഒന്നുകൂടി പ്രോപ്പറായിട്ടൊരു ഓറിയൻറ്റേഷൻ കൂടി കിട്ടിയിരുന്നുണ്ടെങ്കിൽ അവസാനം എന്നിലേക്ക് വരെ എത്തിപ്പിടിക്കാൻ പറ്റുമായിരുന്നു. ശരിക്കും ആ ഒരു പാഴ്ചയായിട്ടാണ് പിന്നെ ഒരു ഡ്രോപ്പ് എടുക്കേണ്ട ആവശ്യം വന്നത്. എന്തോ ഈ ഒരു ഡ്രോപ്പിൽ ഫസ്റ്റ് ഡ്രോപ്പിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയതിലും കോളേജിലോ അല്ലെങ്കിൽ ചെറിയതിൽ റാങ്കിലായിട്ട് പോയേനെ. പക്ഷേ ഈ ഒരു ഡ്രോപ്പും കൂടി എടുത്തത് കാരണം എനിക്ക് കേരളത്തിൽ 7ാമത്തെ റാങ്കിലെത്താൻ പറ്റി. ഞാൻ എൻ്റെ ലൈഫ് എന്നൊക്കെ പറയുകയാണെങ്കിൽ +1 +2 ഇതൊക്കെ 10ാം ക്ലാസ് മുതൽ ഇതുവരെ ഞാനെന്താ ഒരു സാധാരണ ഗവൺമെൻറ് കോളേജിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഡ്രീംസൊക്കെ ആയിട്ട്, അതായത് എന്താണോ വരുന്നത് അതിനനുസരിച്ച് പോവാം. നമ്മൾ ആ ഒരു ബ്രേക്ക് ശരിക്കും വന്നത് ആ ഒരു കൊറോണ സമയത്താണ്. ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിൽ നിന്നാണ് ശരിക്കും നമ്മൾ കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കെന്ത് ചെയ്തു, 10ാം ക്ലാസ് മൊത്തം കൊറോണ ആയതുകൊണ്ട് അങ്ങനെയാണ് പോയി. പിന്നെ എനിക്ക് വന്നതാണ് നമ്മൾ +1 +2 ഉള്ളത്. പിന്നെ എക്സാമിൻ്റെ കാര്യക്കാരല്ലോ, കൊറോണ സമയത്തായതുകൊണ്ട് എന്തില്ല, ഫുള്ള് ഫോക്കസ് ചെയ്തൊക്കെ ആയതുകൊണ്ട് ഫുൾ A+ കയറി പോയി. പിന്നെ +1 നമ്മൾ ഏകദേശം കുറേ മാസം എന്തായിരുന്നു, കൊറോണ ആയതുകൊണ്ട് ലീവായിരുന്നു. പിന്നെ ഒരു ഫോക്കസ് ഏരിയ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളെന്ത് ചെയ്യും, എൻ്റെ വീടിൻ്റെ ഞങ്ങൾ അയൽവാസികൾ എന്ത് ചെയ്യും, ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയും, ഇനിയിപ്പോൾ ഫോക്കസ് ഏരിയ വന്നിട്ടില്ലെങ്കിൽ കുട്ടികളെങ്ങനെ പഠിക്കുക, കുറേ കണ്ടൻറ്റിൽ പഠിക്കാൻ അത് എന്നൊക്കെ പറയാണ്ട്. അന്ന് നമുക്ക് നീറ്റോ ഇതിനെപ്പറ്റി ഒരു ചിന്തയില്ല. ഞാൻ വെറുതെ +1 വെറുതെ +2 അത് ആ ഒരു ബ്രേക്ക് വന്നു. നമുക്കൊരു ഇനി എന്താ ഡ്രീമെന്നോ അങ്ങനെയൊക്കെ ആ ഒരു കൊറോണയുടെ സമയത്ത് ആ ഒരു ക്വാറൻറ്റീനിൽ അങ്ങനെ പോയി. പിന്നെ എന്ത് ചെയ്ത് +1 പിന്നെ ലാസ്റ്റത്തെ ഒരു 3 മാസം 4 മന്തൊക്കെയാണ് ക്ലാസ് ഉണ്ടായിരുന്നത്. അത് ആ ഒരു ക്ലാസ് കണ്ടിട്ട് പിന്നെ എക്സാം എഴുതി കുറച്ച് മാർക്ക് കുറവായിരുന്നു. പിന്നെ എന്ത് ചെയ്ത് ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും എഴുതിയെടുത്തൊക്കെ ആയിരുന്നു. ഇമ്പ്രൂവ്മെൻറ്റിൽ എന്ത് ചെയ്ത് ആ ഒരു മാസമാണ് ശരിക്കും എന്ത് ചെയ്ത് ഞാൻ +1 പഠിച്ചത്. ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് 3 വിഷയം വേണ്ടെന്നുള്ളൂ, ബാക്കിയൊക്കെ തട്ടിമുട്ടി കുറച്ച് A+ കിട്ടി. ഇമ്പ്രൂവ്മെൻറ്റിൽ എനിക്ക് 3 വിഷയം A+ കിട്ടാനില്ലായിരുന്നു. അതിൽ ഈസി ആയിരുന്നു പഠിച്ചെടുക്കാൻ വരുമ്പോഴും. ഞാൻ എന്താണ്, പിന്നെ നോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് കിട്ടിയ ഏതോ നോട്ടൊക്കെ എടുത്തിട്ടാണ് ഞാൻ വായിച്ചിരുന്നത്. ആ നോട്ടൊക്കെ വായിച്ച് കോൺസെപ്റ്റൊക്കെ ഉണ്ടാക്കി എന്തൊക്കെയൊക്കെ കാട്ടി ഫുൾ A+ കിട്ടി +1. പിന്നെ +2 എന്താണ്, ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ തന്നെ +2 അതൊരു മാസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് +2 ഫുൾ A+ കിട്ടി. പക്ഷേ നമുക്ക് ആ ഒരു കൊറോണ ബാച്ച് ആയതുകൊണ്ട് നമുക്ക് ഫോക്കസ് ഏരിയ ഉണ്ടായിരുന്നല്ലോ, അതേപോലെ എക്സ്ട്രാ മാർക്സും ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ഗ്യാപ്പ് ശരിക്കും എപ്പോഴാണ് മനസ്സിലായത്. അതായത് നമ്മൾ ബോർഡ് എക്സാമിന്ന് എൻട്രൻസിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം ക്രാഷിന് പോയിരുന്നു. ക്രാഷിന് പോയപ്പോഴും എന്ത് ചെയ്യും, നമുക്ക് ആ ശരിക്കും ഒരു ഗ്യാപ്പ് മനസ്സിലാവുക. അതായത് നമ്മൾ പഠിച്ചതും മനസ്സിലാവില്ല, അല്ലെങ്കിൽ ശരിക്കും നമ്മൾ എന്താണോ അതിന് പഠിക്കേണ്ടിയിരുന്നതും അതും തമ്മിൽ വ്യത്യാസം. ഞാൻ ക്രാഷിന് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അധികം ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ലായിരുന്നു. ഞാൻ ഫ്രണ്ട്സുകളായിട്ടൊക്കെ ഒന്നുകൂടി ഒരു മെച്ചപ്പെട്ട് വന്നൊരു സമയം എന്ന് പറയുന്നത് +2ൻ്റെ അവസാനത്തേക്കായിരുന്നു. നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഉണ്ടാകേണ്ടി വന്നത്. അപ്പോൾ അതിലൊരു ഫ്രണ്ട് എന്ത് ചെയ്ത് ക്രാഷിന് പോയി. ഇന്ന് എക്സാം കഴിഞ്ഞിട്ട് നാളെ ക്രാഷ് തുടങ്ങുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഓൻ പോയതുകൊണ്ട് ഞാനും അവൻ്റെ പോയി. അങ്ങനെ ഞങ്ങൾ ക്രാഷിന് വന്നു. എനിക്ക് ശരിക്കും ആ ക്രാഷിന് വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഫ്രണ്ട്സുകളപ്പോൾ ഒന്നുകൂടി ഒരു ചില്ല് ചെയ്യാന്നുള്ളൊരു ഒരു ചിൽ മൂഡിലാണ് അങ്ങനെ വരുന്നത്. ഞാൻ എന്താ പറയുക, അവിടെ നിന്നാണ് എൻ്റെ ഫ്രണ്ട്, അതായത് ഞാൻ കഴിഞ്ഞ കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ റൂംമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് അച്ഛനെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാണ് അരിച്ച് വരുന്നത്. ഞങ്ങളങ്ങനെ പരിചയപ്പെട്ടു. പിന്നെന്താണ് ആ ഒരു ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞങ്ങളത് ഫുൾ എൻജോയ് ചെയ്താണ്ട് മാഷന്മാരാണ്ടെങ്കിലും എന്തൊക്കെ ഒരു നല്ല വൈബിൽ ചെയ്താണ്ട് അങ്ങനെ പോയൊരു ക്രാഷ് ആയിരുന്നു. അതായത് നമ്മൾ നീറ്റ് വേണമെന്ന് വിചാരിച്ച് പഠിച്ചതാണോ അല്ല, വെറുതെ എന്തൊക്കെയൊക്കെയോ വരുന്നത് മാഷന്മാരെടുക്കുന്നത്, നമ്മളത് എൻജോയ് ചെയ്യുന്നത്, കുറേ കോമഡി ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയൊരു ക്രാഷ്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരൊക്കെ എന്താ പറഞ്ഞത്, നമുക്കെന്നാൽ റിപ്പീറ്റ് ചെയ്യുക, അവിടെ തന്നെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡിലാണ്. എന്നാൽ ഞാനോട് റെഡിയാണ്, നമുക്ക് റിപ്പീറ്റ് ചെയ്യുക, അങ്ങനെ മൈൻഡിലേക്ക് വന്ന്. ഫ്രണ്ട്സുകളൊക്കെ ആണല്ലോ, നമുക്ക് ഒരു വർഷം കൂടി ഇനി ഇതേപോലെ നടക്കുകയാണല്ലോ, നമുക്ക് റിപ്പീറ്റിന് പറ്റിയപ്പോഴൊരു സീരിയസ്നെസ് ഇല്ല, എന്തെങ്കിലും ഒരു ഫീൽഡിലേക്ക് പോകാം. ഞാൻ ആദ്യമൊക്കെ ഫിസിക്സ് എടുത്ത് പോകണം, ഇല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്. അതായത് +2ത്തെ മാർക്ക് വെച്ചാണ് ഡിഗ്രി എടുക്കുക. അതിൽ 3 ഓപ്ഷൻസ് എന്തൊക്കെയാ വെച്ചാൽ മൈക്രോബയോളജി, ജെനറ്റിക്സ്, ഇല്ലാണ്ടെങ്കിൽ ഫിസിക്സ്. ഇതിലേതെങ്കിലും 3ലേക്ക് തീരുകയെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ഒരു മാഷുണ്ടായിരുന്നു ഞങ്ങളോടെ. മൂപ്പരാൾ ബയോടെക്നോളജിസ്റ്റാണ്, ഒരു PhD എടുത്ത സയൻസ്. അപ്പോൾ മൂപ്പരാളായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ മൂപ്പരാൾ ബയോടെക്നോളജി എടുത്തുകൊണ്ട് മൂപ്പരാൾക്ക് ഇതിനെപ്പറ്റി അറിവുണ്ട്. നമ്മൾ അങ്ങനെ ആ ഫീൽഡിൽ ഇങ്ങനെ മാറാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ പിന്നെ ഫ്രണ്ട്സുകൾ ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ അതിലേക്ക് തിരിഞ്ഞ് പിന്നെ ആ റിപ്പീറ്റ് ചെയ്തൊരു സമയം. അത് റിപ്പീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രോപ്പർ റിപ്പീറ്റാണോ വെച്ചാലില്ല. കാരണം വെച്ചാൽ ഞങ്ങളെന്താണ് എല്ലാവരും ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യണോണ്ട് ഞങ്ങൾക്ക് റിപ്പീറ്റിൻ്റെ സീരിയസ്നെസ് ഒന്നും അറിയില്ല. ഞങ്ങളങ്ങനെ കളിക്കുക, കൂമാട്, ഇപ്പോൾ രാത്രിയൊക്കെ പുറത്തൊക്കെ പോകും. ഞങ്ങൾ രാത്രി അങ്ങാടിയൊക്കെ ചുറ്റി വന്നാണ്ടും ഞങ്ങൾ രാത്രി നാടൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങും.
ആ ഒരു നാട് കുറച്ച് കാട് ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും ആയിക്കോട്ടെ ഇങ്ങനെ നടന്ന് ഫുള്ളൊക്കെ ചുറ്റി വന്ന് വെറുതെ രാവിലെ ഓടാനൊക്കെ ഒരു ഓട്ട മത്സരമൊക്കെ വെച്ച് വെറുതെ അങ്ങനെ സ്വീപ്പാക്കി നടക്കുന്നൊരു കാലമായിരുന്നു. അത് ശരിക്കും പ്രോപ്പറായിട്ട് പഠിച്ചു വെച്ചാൽ ഒരിക്കലും ഞാൻ പറയില്ല, ഞങ്ങളങ്ങനെ റിപ്പീറ്റ് ഇതിൻ്റെ ഒരു ഇതാണെന്നുള്ളത്. പിന്നെ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, കൂടുതലൊരു ഒരുത്തന് നന്നായിട്ട് പഠിക്കുന്ന ഒരുത്തണ്ടായിരുന്നു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അടിച്ചിടും. അവൻ പഠിക്കുന്ന കണ്ടിട്ട് എന്ത് ചെയ്ത് ഞങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞങ്ങളും കൂടെ എന്ത് ചെയ്തു ഓനിലേക്ക് ആ ഒരു ട്രാക്കിലേക്ക് കയറാൻ തുടങ്ങി. പിന്നെയാണ് എന്ത് ചെയ്തത്, ആ ഒരു മിഡ് പാർട്ട് എത്തിയപ്പോഴാണ് എന്ത് ചെയ്തത് നമുക്കൊരു എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിൽ വരിക എന്നുള്ളത് മനസ്സിലായത്. അതുവരെ ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ എന്ത് ചെയ്തു, മാഷന്മാർ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു 2 വർത്താനം പറയും കഴിഞ്ഞ് അങ്ങനെ പോയി. പിന്നെ അങ്ങനെ പോകെ എന്ത് ചെയ്യും, നമുക്ക് ഒന്നുകൂടി മെച്ചപ്പെട്ട് വന്ന് നമ്മൾ എന്ത് ചെയ്തു പഠിച്ച് കുറേയൊക്കെ ഒന്ന് സെറ്റായി വന്ന് അവസാനത്തെ ഇപ്പോൾ എന്ത് ചെയ്തു കുറച്ച് ഇഷ്യൂസ് കാരണം എന്ത് ചെയ്തു കുറച്ച് ക്ലാസ്സുകൾ പെൻഡിങ് വന്ന് കുറച്ച് ബാക്ക്ലോഗ് വന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നല്ല ബാക്ക്ലോഗ് ആയതുകൊണ്ട് എന്ത് ചെയ്തു ഞങ്ങൾ എക്സാമിന് വേണ്ടി പോയി. എക്സാമിന് പോയതുകൊണ്ട് എക്സാമൊക്കെ എഴുതി ഞാനൊക്കെ മേജറായിട്ടുള്ള ജെനറ്റിക്സിലെ ചാപ്റ്ററൊക്കെ എന്ത് സ്കിപ്പ് ചെയ്തിട്ടാണ് പോയിരുന്നത്. ഞാൻ അപ്പോൾ ഉറപ്പിച്ചാൽ എന്തായാലും എനിക്ക് നീറ്റൊന്നും കിട്ടില്ല, ഞാൻ ഇനി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, ഇല്ലാണ്ടെങ്കിൽ ഈ ഫീൽഡിൽ വിട്ട് പോകാമെന്നുള്ളത് ഉറപ്പിച്ചതായിരുന്നു. ബയോളജി ഞാൻ കുറച്ച് വീക്കറായിരുന്നു, കാരണം കുറേ കണ്ടൻറ്റ് പഠിക്കാണ്ടല്ലോ. ഇങ്ങോട്ട് ഞാൻ ജെനറ്റിക്സ്, അതായത് ജെനറ്റിക്സ് ആ യൂണിറ്റ് തന്നെ, അതായത് ജെനറ്റിക്സ് 1 ജെനറ്റിക്സ് 2 എവല്യൂഷൻ മേജറായിട്ട് ചോദിക്കുന്ന യൂണിറ്റ് ആണെങ്കിലും ഞാനത് സ്കിപ്പ് ചെയ്തിട്ടാണ് പോയിരുന്നത്. ഇങ്ങോട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അന്ന് എന്താ പറയുക നമ്മൾ കുറച്ച് പ്രത്യേക ഫുഡുകൾ കഴിക്കണം ഇതൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഒരു മാസം സജസ്റ്റ് ചെയ്തിരുന്ന ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ. അന്നത്തെ ഒരു വൈബിൽ ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീമും കുറച്ച് നട്ട്സ്, പിന്നെ എന്താ അറിയില്ല അവിടെ പോയപ്പോൾ ഒരു കടയിൽ മോരും കണ്ടിട്ട് മോരും കുടിച്ചൊക്കെ പോയിരുന്നത്. ഐസ്ക്രീമും മോരും ഒരുമാതിരി വൃത്തിയുടെ ചോയായിരുന്നു, പക്ഷെ അത് കുടിച്ചിട്ടാണ് പോയിരുന്നത്. ഇങ്ങോട്ട് എന്ത് ചെയ്ത് നല്ലൊരു സെൻറ്ററിലാണ് എൻ്റെ എക്സാം ഉണ്ടായിരുന്നത്. എക്സാം അടിപൊളിയായിരുന്നു. ഇങ്ങോട്ട് എന്ത് ചെയ്ത് എക്സാമിന് ഇറങ്ങിയപ്പോഴാണ് എന്ത് കുഴപ്പമില്ലാതെ ഇങ്ങനെ എക്സാമൊക്കെ എഴുതി. അന്ന് ജെനറ്റിക്സ് ഒന്നും ചെയ്തില്ല, ആ യൂണിറ്റിൽ നിന്ന് അധികം ചോദ്യം വെച്ചില്ല, അത് ട്രിക്കിയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇപ്രാവശ്യം ചോദിച്ച രീതിയിലത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. റിസൾട്ട് വരുമ്പോൾ സമയത്ത് എനിക്ക് സ്കോർ 621. നമുക്ക് ആ റാങ്കിൻ്റെ ബേസിസ് ഒന്നും അധികം അറിയില്ല, കാരണം എൻട്രൻസിനെ പറ്റി വലിയ അറിവൊന്നുമില്ല. നമ്മൾ അങ്ങനെ കേട്ടറിവ് വരും, മാഷന്മാർ കുറച്ച് പറയും, അതൊന്നും നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതിൽ മാഷ് പറഞ്ഞത് എന്തായിരുന്നു, ഒരു 610 അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും കേരളത്തിൽ കിട്ടും, ഒരു 600 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും കിട്ടുന്നു. അതാണ് അതിൻ്റെ മുമ്പത്തെ കൊല്ലത്തെ ഒരു എൻ്റെ ഓർമ്മത്തെ അന്നത്തെ ഒരു കട്ട് ഓഫ്. അപ്പോൾ 623 അന്നത്തെ സ്കോർ അതുണ്ടല്ലോ, അപ്പോൾ എന്തായാലും കിട്ടും, ഉഷാലായി അത് മതി ഇതിൻ്റെ രീതിയിൽ അങ്ങനെ നിൽക്കരുത്. അപ്പോഴാണ് പിന്നെ നമ്മൾ മറ്റേ നീറ്റിൻ്റെ കോൺട്രവേഴ്സീസും ഇതൊക്കെ പാടെ കേട്ടത്. ഈ എൻ്റെ ഒപ്പം പഠിച്ചവരായിരുന്നു അജ്സൽ, സിൻഷ, അതുല്ല, ഇവരൊക്കെ എന്തായിരുന്നു ഞങ്ങളെ സെയിം റേഞ്ച് ആയിരുന്നു, 620+ ആയിരുന്നു ഞങ്ങളെ സ്കോറൊക്കെ. പക്ഷെ എന്നാലും എന്തില്ല, അപ്പോഴാണ് ഞങ്ങൾക്കൊരു സീരിയസ്നെസ്, അതായത് എത്ര ഞങ്ങൾ ആ ഒരു ബാക്കിൽ നിന്ന് ആ ഒരു ലാസ്റ്റ് ഒരു മാസം കുറച്ചുകൂടി ഒന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തായിരുന്നു ആ കട്ട് ഓഫിൻ്റെ മേലൊക്കെ കയറായിരുന്നുള്ളത്, ഓൾ ഇന്ത്യ കോട്ടയിൽ എവിടെയെങ്കിലും ഒന്ന് കയറായിരുന്നുള്ളത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു റിഗ്രറ്റ് അടിക്കാൻ തുടങ്ങി. ആ ഒരു മാസം നമ്മൾ വെറുതെ കളഞ്ഞല്ലോ, വർഷം കളഞ്ഞല്ലോ ഉള്ളത്. പിന്നെ ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യണം വേണ്ടതിൽ ഇങ്ങനെ പോയി. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് എന്ത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്ന് ഞാൻ ആ ഒരു സെൻറ്ററിൽ കയറി. ആ സെൻറ്ററിൽ നമ്മൾ അവിടെ കയറാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം ഫ്രീ ആണ്. എനിക്ക് മെയിനായിട്ട് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സെൻറ്ററിലേക്ക് കയറാൻ കാരണം അവിടെ ലോണ്ടറിയും കൂടി ഫ്രീ ആണ്, അതായത് നമുക്ക് ഡ്രസ്സ് തിരുമ്പേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ അടിപൊളിയായിട്ട് പോകാമല്ലോ. അതുകൊണ്ടിട്ടാണ് ഞാൻ അവിടെ കയറിയത്. പക്ഷേ അവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ് എനിക്ക് തീരെ പിടിച്ചതാണ്. എന്ന് വെച്ചാൽ ഒരു പക്ക ചെറിയൊരു എന്താ പറയുക, നമ്മൾ പക്ക ഇടുങ്ങിപ്പോകും. ഒരു ചെറിയൊരു പെട്ടിക്കോളാണ് ഞങ്ങളുടെ ടേബിൾ ഉണ്ടാവുക, അവിടെ നമ്മൾ പഠിക്കുക. അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഇരുന്ന് പഠിക്കുക, ഇല്ലാണ്ട് നമ്മൾ റൂം പോയിട്ട് കടന്നുറങ്ങുക, പഠിക്കുന്ന അവിടെ, ഇല്ലാണ്ട് പിന്നെ ക്ലാസ്സിലേക്ക് പോവുക. പക്ഷെ ഇതൊക്കെ എന്താ പറയുക ഭയങ്കര ഓർഡേഡ് സ്ട്രക്ചേർഡ്, എന്താ പറയുക നമ്മളൊരു ഇടുങ്ങിയ പോലെ, ഒരു ശ്വാസമൊന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഇടുങ്ങിയ പോലൊരു ഫീലിംഗ്. അപ്പോൾ എന്ത് ചെയ്ത് ഞാൻ ഒരാഴ്ച നിന്നപ്പോൾ ഞാൻ ഉറപ്പിച്ച് ഞാൻ നീറ്റ് നിർത്തുകയാണ്, ഡ്രോപ്പ് ചെയ്യുകയാണ്, എനിക്കിന്ന് നടക്കില്ല എന്ന് ഉറപ്പിച്ച്. അത് പ്രത്യേകിച്ച് ആ റീനീറ്റിൻ്റെ സമയം കൂടെ ആയിരുന്നു. അന്ന് റീനീറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഒന്നുകൂടെ ഒന്ന് സ്ട്രെസ് എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തുള്ള ഓപ്ഷനിലേക്ക് പോയിരുന്നത്. അപ്പോൾ പിന്നെ എന്തായി, റീനീറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇനി താല്പര്യമില്ല, എന്നാൽ ഒക്കെ വിട്ടെന്നുള്ള രീതിയിൽ എന്ത് ചെയ്ത് ഞാൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ പറയലായിരുന്നു ഒരു ബയോടെക്നോളജിസ്റ്റ് മൂപ്പരാളിനെ പഠിപ്പിച്ചിരുന്നു. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള മാഷാണ് ഇൽഷാദ് സബ. മൂപ്പരാൾ എന്താ പറയുക എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മാഷാണ്. ഇതിനുപരി എന്താണ് എൻ്റെ ഒരു നല്ലൊരു ഗൈഡും കൂടെയാണ്, ഒരു മെൻറ്റർ, ഒരു ബ്രദർ പോലെയായിരുന്നു എൻ്റെ മാഷ്. അപ്പോൾ ആ മാഷിനെ വിളിച്ചപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിയാതെ മാഷിനെ വിളിച്ചപ്പോൾ മാഷ് പറഞ്ഞത് ഇത്ര സ്കോർ എത്തിയതല്ലേ, എന്തായാലും ഒരൊറ്റ കൂടെ റിപ്പീറ്റ് ചെയ്താൽ എന്തായാലും കിട്ടും, ഈ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെയാണ് പിന്നെ എന്ത് ചെയ്ത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച അജ്സൽ ഓൾറെഡി പറഞ്ഞിരുന്നു അടുത്തൊരു ഓപ്ഷനായിട്ട് JPS ആയിരുന്നു. അപ്പോൾ JPSൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തായിരുന്നു സൂപ്പർ 30 എന്നുള്ള ബാച്ച്.
ആ ബാച്ചിലെന്ന് വെച്ചാൽ കുറച്ച് കുട്ടികളായിരുന്നു കുറേ റിസൾട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതേപോലത്തെ ഒരു പ്ലാനാണ് അവർക്ക് ഇന്നും തുടങ്ങാനുള്ളത്. കുറച്ച് സ്റ്റുഡൻസ് വെച്ചാണ്ട് കുറച്ച് അധികം റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല പേഴ്സണൽ അറ്റൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് അവിടെ ലാക്ക് ചെയ്ത മെയിൻ സാധനം എന്തായിരുന്നു, ആ ഒരു പേഴ്സണൽ അറ്റൻഷൻ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇല്ലെങ്കിൽ മെൻറ്ററിങ്, ആ ഒരു സാധനം എന്ത് ചെയ്തു ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അതിന് പോകാറുണ്ട്. ഞാനും അച്ഛനും എന്ത് ചെയ്തു അങ്ങനെ പോകാമെന്ന് പ്ലാൻ ഇട്ടിരുന്നു. ഇനി ഞാനെന്ത് ചെയ്തു ഇങ്ങോട്ട് മാറി, അങ്ങനെ ഒരു ചെറിയ ടിസ്റ്റ്. അപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാനിങ്ങോട്ട് എന്ത് ചെയ്തു ഇതിൽ ഇങ്ങോട്ട് വരുന്നു. പക്ഷേ എനിക്ക് തീരെ താല്പര്യമില്ല. ഒന്നാമത് എനിക്ക് ഹോം സിക്നെസ്സും കയറിയിട്ട് ഇനി എന്താ ചെയ്യേണ്ട ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്നാലും എന്ത് ചെയ്തു ഇതുവരെ വന്ന് പിന്നെ ഇവിടെ എന്താ പറയുക ഈ SS മാളിലാണ് GPS സെൻറ്ററിലുള്ളത്. അവിടെ നിന്നാണ്ട് സാറിനായിട്ട് രജിസ്ട്രേഷനൊക്കെ നടത്തുമ്പോഴും എന്താ പറയുക നിന്നെ കൊണ്ട് കയ്യോ ഇനി റിപ്പീറ്റ് ചെയ്യാൻ കയ്യോ ഇല്ലെങ്കിൽ നിർത്തി പോരോ, ഞാൻ എന്താന്നുള്ളത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്ത് നമ്മൾ ഇനി ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. പോകുമ്പോഴൊക്കെ ഇനി എന്താ പറയുക നിർത്തിയാലോ ഉള്ള മൈൻഡാണ് നിൽക്കുന്നത്. നേരെ അവിടെ നിന്ന് ഇറങ്ങി ഹോസ്റ്റലൊന്നും ആ സമയത്ത് എന്ത് ചെയ്തില്ല, ആരുമില്ലായിരുന്നു. എന്തോ ക്ലാസ് എന്തായിരുന്നു. ഞാൻ അവിടെ നിന്ന് അങ്ങനെ കയറി ചെല്ലുമ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര എന്താ പറയുക എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. എനിക്കിനി വീട്ടിൽ നിന്ന് മാറിക്കാൻ കഴിയില്ല. ഞാൻ ഏതെങ്കിലും BDS കോഴ്സ് എടുത്താണ്ട് പോയാലോ എന്നാണ്. ഞാൻ അങ്ങനെ എന്താ പറയുക ഈ ബാഗൊക്കെ പിടിച്ച് ഇങ്ങനെ വെയിറ്റൊക്കെ തൂക്കി ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഞാൻ ആദ്യം കയറി ചെല്ലുന്ന റൂം അത് എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലേക്കാണ്. അതായത് ഞാൻ പറഞ്ഞ അച്ഛൻ്റെ റൂമിലേക്ക്. ശരിക്കും ഞാൻ എന്താ പറയുക അവൻ്റെ റൂമിലേക്കല്ല ഞാൻ കയറുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ല, റിപ്പീറ്റ് ചെയ്യില്ല. കാരണം വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും ഭയങ്കരമായിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യും അന്ന് പുറത്തേക്ക് ഇറങ്ങാതെ ഫുഡ് കഴിക്കാതെ എന്ത് ചെയ്യും പിറ്റേന്ന് രാവിലെ തിരിച്ചു വരികയുള്ളൂ. കാരണം എന്നെ കൊണ്ട് അത് കഴിയില്ല. ശരിക്കും അവൻ അവിടെ ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യാം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചത്. പിന്നെ ഇവിടുത്തെ ഫ്രണ്ട് ഇവിടുത്തെ എൻവയോൺമെൻറ്റ് അതെന്താണ് നല്ല അപ്രോച്ചബിൾ ആയിരുന്നു. നമുക്ക് അത്രയും ഫ്രണ്ട്ലിയർ ആയിരുന്നു. ഇല്ലാണ്ടെങ്കിൽ എന്ത് ചെയ്യും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് എന്തുണ്ടായിരുന്നു ഹോം സിക്നെസ് വന്നിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും ഫുഡ് സ്കിപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വിചാരിച്ചത് എങ്ങനെയാണ് ഈ ആൾക്കാർ സ്ട്രെസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഈറ്റിംഗ് ഡിസോർഡർ ഡെവലപ്പ് ചെയ്യും. ഈ ഈറ്റിംഗ് ഡിസോർഡറിന് ചിലർക്ക് എന്ത് ചെയ്യാം, ചിലർ സ്ട്രെസ് അടിച്ചിട്ട് നന്നായിട്ട് കഴിക്കാം, ചിലർ സ്ട്രെസ് അടിച്ചാൽ എന്ത് ചെയ്യുക തീരെ കഴിക്കാതാവും. ഞാനെങ്ങനെ വിചാരിക്കും ഞാൻ എങ്ങനെ ഇപ്പോൾ സ്ട്രെസ് അടിച്ച് കഴിഞ്ഞാൽ തീരെ കഴിക്കാതൊക്കെ ഞാൻ എന്തായാലും ഒരിക്കലും ആ കാറ്റഗറിയിൽ വരില്ലാന്ന്. പക്ഷേ എന്ത് ചെയ്ത് എനിക്ക് സ്ട്രെസ് അടിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കൂടുതലായിട്ട് ഉറങ്ങാൻ തുടങ്ങി. ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ട് ഉറങ്ങാൻ തുടങ്ങി. ഇപ്പോൾ ഓർമ്മയുണ്ട് ഒരു ദിവസം ഞാൻ എന്ത് 17 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. വെറും കടക്കയിൽ മാത്രം സ്പെൻഡ് ചെയ്യുക. ഓരോ വട്ടം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സുകൾ വിളിക്കും. ഞാൻ പറയില്ല എനിക്ക് ഉറക്കം വരുന്നതാണ് ഞാൻ സ്കിപ്പ് ചെയ്യും. ശരിക്കും എന്താണ് എനിക്ക് ആ ഒരു റിയാലിറ്റി ഫേസ് ചെയ്യാൻ എനിക്ക് ഇന്നും പഠിക്കണമല്ലോ അതുണ്ട് ഒരു റിയാലിറ്റി ഫേസ് ചെയ്യാൻ കഴിയാത്തതിന് വേണ്ടിയിട്ട് ഞാൻ ഉറങ്ങുമായിരുന്നു. ഉറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബോധമില്ലല്ലോ, അങ്ങനെ കടന്നുറങ്ങാൻ വിചാരിച്ച്. ഫുഡ് കഴിക്കാനും കൂടി എന്ത് ചെയ്യില്ല നമുക്ക് തോന്നില്ല. പിന്നെ എന്ത് ചെയ്ത് ഇത് കണ്ടാണ്ട് സാർ എന്ത് ചെയ്യും നമ്മളൊന്ന് ചീറപ്പാക്കാൻ വേണ്ടിയിട്ട് സാറിൻ്റെ കൂടെ എന്ത് ചെയ്തു ഞങ്ങൾ കുറച്ചൊരു ട്രിപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് അതെന്തായിരുന്നു ആ ഒരു സമയത്ത് അത് വലിയൊരു സംഭവമായിരുന്നു. ഇവിടെ എന്താണ് ജസ്റ്റ് ഇവിടെ ഒരു കടയിൽ കൊണ്ടാണ് ജ്യൂസ് ഒന്ന് കുടിപ്പിച്ച് ഇങ്ങോട്ട് വന്നൊക്കെയാണ്. പക്ഷെ ഞങ്ങളെ ഫ്രണ്ട്സൊക്കെ പാടെ ഒന്ന് കൂടിയാണ്ട് സാറിൻ്റെ കൂടെ പോകുമ്പോൾ അതൊരു വേറെ വൈബിനായിരുന്നു. അത് പ്രത്യേകിച്ച് ആ സമയത്തും കൂടെ ആകുമ്പോൾ എന്താ പറയുക ഞങ്ങൾക്ക് അത്രയും ലോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് കിട്ടുമ്പോഴെന്നാണ് അത്രയും വലിയൊരു സംഭവമായിരുന്നു എനിക്കത്. അത് കിട്ടിയതുകൊണ്ട് പിന്നെ നമുക്ക് ഒന്നുകൂടി പഠിക്കാൻ തോന്നി. എനിക്ക് കഴിഞ്ഞോളുണ്ടായിരുന്ന ഒരു മിസ്റ്റേക്ക് ആയിരുന്നു ഞാൻ ഫിസിക്സിൽ എനിക്ക് കുറച്ച് പഠിച്ചാൽ മതി. അതായത് ഞാൻ കുറച്ച് പഠിക്കുക, അതായത് കണ്ടൻറ്റ് മാത്രം ചുരുക്കി പഠിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക അതിൽ ബാക്കിയൊക്കെ ഡ്രൈവ് ചെയ്തെടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുക ഇക്വേഷൻസ് ആക്കി മാറ്റി ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് കുറച്ച് പഠിച്ചാൽ മതി. അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താ വെച്ചാൽ ഞാൻ പരീക്ഷ ആണെന്നാണ് അറിഞ്ഞത്. ഞാൻ കുറേ കണ്ടൻറ്റൊക്കെ പഠിച്ച് വെച്ചതാണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് എന്ത് ചെയ്തു ഡ്രൈവ് ചെയ്തെടുക്കാൻ ടൈം കൺസ്യൂം ചെയ്തു. ആ ടൈം കൺസംഷൻ അതാണ് എനിക്ക് എന്ത് ചെയ്ത് ഫസ്റ്റത്തെ എക്സാമിൽ ഫിസിക്സിന് കുറച്ച് മാർക്ക് പറയാൻ കാരണം. ആ ടൈം കൺസപ്ഷന് എന്ത് ചെയ്തു എനിക്ക് കുറച്ച് ഇക്വേഷൻസ് കാണാപ്പാടം പഠിച്ചിരുന്നുണ്ടെങ്കിൽ കുറച്ചധികം പഠിച്ചിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തായിരുന്നു അത് കാണാപ്പാടം പഠിച്ചിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഡാറ്റ അപ്ലൈ ആയിരുന്നു. കാരണം കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് തറവാണ്. അത് കുറച്ച് കാണാപ്പാടം പഠിച്ചിട്ടുണ്ടെങ്കിൽ വേഗം അപ്ലൈ ചെയ്താണ്ട് ആൻസർ കിട്ടുമായിരുന്നു. അവിടെയാണ് എനിക്ക് എന്ത് ചെയ്തു ഒരു എറർ വന്നത്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ഞാൻ ഇപ്രാവശ്യം അത് റെക്ടിഫൈ ചെയ്തു. അതിന് എനിക്ക് ഇവിടെ സഹായിച്ചത് എന്താണ് ഇവിടുത്തെ മാഷന്മാരാണ്. നമുക്ക് ആ ഒരു മാഷന്മാരെ ഈ 2 മാഷന്മാരാണ് മെയിനായിട്ട് ഫിസിക്സിന് ഇവിടെ ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നത്. 2 മാഷന്മാരുടെ അപ്രോച്ചും ഡിഫറൻ്റ് ആയിരുന്നു. ഒരു മാഷ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന അപ്രോച്ച് ഉണ്ടല്ലോ എന്ത് ചെയ്തു, അതായത് കോൺസെപ്റ്റൊക്കെ നല്ല തറവാക്കി പഠിക്കുക, അതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഒരു മാഷെന്ന് വെച്ചാൽ കോൺസെപ്റ്റൊക്കെ നമുക്ക് എന്തായാലും തറവായിരിക്കണം. അതിനുപരി എന്ത് ചെയ്യാം നമ്മൾ കുറച്ച് റെഡിമെയ്ഡ് ഇക്വേഷൻസ്, അതായത് ഓരോ ക്വസ്റ്റ്യൻസിന് ഓരോ ഇക്വേഷൻസ് അതെങ്ങനെ നമ്മൾ കാണും ഏതൊക്കെ ഇക്വേഷൻസ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം അങ്ങനെ പഠിക്കുകയാണെങ്കിൽ കണ്ടമാനം ഇക്വേഷൻസ് പഠിക്കാനുണ്ടാവും. നമ്മളെന്ന് വെച്ചാൽ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് NCERT ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഒക്കെ എന്ത് ചെയ്തു ഇക്വേഷൻസ് കാണാപ്പാടം പഠിച്ചു. അതെന്ത് ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ അപ്രോച്ചബിൾ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ ഇപ്രാവശ്യം പേപ്പർ വരുന്നത് നോക്കാണ്ടെങ്കിൽ എനിക്ക് നല്ല ലെങ്തി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക ഒരു റെഡിമെയ്ഡ് ഇക്വേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ആ ന്യൂമറിക്കലിന് കുറച്ച് ടൈം എടുക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക വേഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ശരിക്കും ഇതിന് രണ്ടിലൊരു ബാലൻസ്. മറ്റേ മാഷിന് എന്താണ് നമുക്ക് എല്ലാ ഡെറിവേഷനും അതായത് ഒക്കെപ്പാടെ നമുക്ക് അറിയും, നമുക്ക് എല്ലാ കോൺസെപ്റ്റ് കിട്ടും. അതായത് ചോദ്യം കണ്ടാൽ നമുക്ക് എന്ത് ആൻസർ എങ്ങനെ വരേണ്ട അറിയാം. ഞാൻ അത് കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം ലാഗ് വരുന്നുള്ളൂ.
ഇത് രണ്ടും കൂടെ എന്ത് ചെയ്തു ഒരു ബാലൻസിൽ കിട്ടിയതുകൊണ്ട് ഇപ്രാവശ്യത്തെ എക്സാം ശരിക്കും ആ ഒരു ബാലൻസിന് ചോദ്യം ചോദിക്കുന്ന രീതിയിലായിരുന്നു വന്നിരുന്നത്. ആ ബാലൻസ് നമുക്ക് അറിയൊന്ന് ചെക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇപ്രാവശ്യത്തെ ഒരു ഫിസിക്സിൻ്റെ എക്സാം വന്നിരുന്നത്. നമുക്ക് ശരിക്കും മനസ്സിലാവും. കാരണം വെച്ചാൽ അതിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് NCERT കോൺസെപ്റ്റ് വെച്ചാണ്ട് നമ്മൾ പുതിയതായിട്ട് ഡിറൈവ് ചെയ്തെടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ചില ക്വസ്റ്റ്യൻസോ ന്യൂമറിക്കൽസ് വെച്ച് ചെയ്യാനുള്ളതാണ്. അതൊക്കെ റെഡിമെയ്ഡ് ഇക്വേഷനിൽ ടൈം എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ശരിക്കും ഫിസിക്സിന് 41 കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്. അത് എനിക്ക് പോസിബിൾ ആയത് ശരിക്കും ഇതിൻ്റെ ഒരു ബാലൻസ് കാരണമാണ്. അതേപോലെ എന്താ പറയുക, എനിക്ക് ഫിസിക്സിൽ 41 ശരിയുണ്ട്. അത് വരാൻ കാരണം എന്തായാലും ഈ ഒരു 2 മാഷന്മാരുടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചായിരുന്നു. ശരിക്കും ഒരു മാഷ് ഒരു എക്സ്ട്രീം മറ്റേ മാഷ് വേറെ എക്സ്ട്രീം ആണെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഒരു ബാലൻസ് അതാണ് എന്ത് ചെയ്തത് എനിക്ക് ആ ഒരു ഫിസിക്സിൽ 41 ക്വസ്റ്റിന് കറക്റ്റ് ആക്കാനൊരു ചാൻസ് കിട്ടിയത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് വേറൊരു വലിയ മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജി ഞാൻ തീരെ റിവൈസ് ചെയ്തിട്ടുള്ളതാണ്. ബയോളജി എന്ത് ചെയ്യും, ക്ലാസ് കേൾക്കും, അത് തന്നെ വിട്ടു. പിന്നെ എന്ത് ചെയ്യും, നമ്മളെ തീരെ റിവൈസ് ചെയ്യില്ല. അല്ലാണ്ട് ഏതെങ്കിലും ഒരു എക്സാം വരുമ്പോൾ പഠിക്കുകയുള്ളൂ, റിവൈസ് ചെയ്യുന്ന ഇതില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു, ബയോളജി തൊറവായിട്ട് ഞാൻ എന്ത് ചെയ്തു റിവൈസ് ചെയ്യാൻ തുടങ്ങി. എന്ത് ചെയ്യും, മിക്ക ദിവസം എന്ത് ചെയ്യും ബയോളജി എന്തില്ലാണ്ടെങ്കിലും ബയോളജി എന്തെങ്കിലും വായിക്കണം, ആ രീതിക്ക് എന്ത് ചെയ്തു മൈൻഡ് വരാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് ബയോളജിയിൽ മറന്നു പോകുന്ന പ്രശ്നമായിരുന്നു. ബയോളജി കണ്ടന്റ് പഠിച്ചെടുക്കാൻ ടൈം എടുക്കുമായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റി. പിന്നെ കെമിസ്ട്രി എന്താണ് ഒരു മിഡിലായിരുന്നു, അതായത് ഒരു മോഡറേറ്റ് ആയിട്ട്. ഫിസിക്കൽ കെമിസ്ട്രി ഫിസിക്സിൻ്റെ അത് അപ്രോച്ച് ഉപയോഗിക്കും. ഇനോർഗാനിക്കിന് എന്ത് ചെയ്തു, ഞാൻ ബയോളജി ഇക്കൊല്ലം പഠിച്ചു. ഇനോർഗാനിക്കും കഴിഞ്ഞ റെഫർ ചെയ്തിട്ടില്ലായിരുന്നു. ഇക്കൊല്ലം എന്ത് ചെയ്തു, നല്ല മാഷന്മാരുണ്ടായിരുന്നു, നല്ലവർക്ക് പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് ഒക്കെ ഞാൻ റെക്ടിഫൈ ചെയ്തു. മെയിനായിട്ട് എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് ഒക്കെ എന്ത് ചെയ്യണം, ഞാനിത് പഠിച്ചില്ല, ഞാനിത് എങ്ങനെ കാണാപ്പാടം പഠിക്കേണ്ടത് എനിക്ക് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കുറേ ട്രിക്കുകളൊക്കെ വെക്കുക, കുറച്ച് ഫ്ലോ ചാർട്ട് വരയ്ക്കുക, കുറച്ച് മൈൻഡ് മാപ്പുകൾ ഉണ്ടാക്കുക. പേഴ്സണലായിട്ട് ഉണ്ടാക്കാണ്ട് എന്ത് ചെയ്യും, നമുക്കത് അത്രയും ഓർമ്മയിൽ വെക്കും. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ എനിക്ക് മേജറായിട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആണല്ലോ ഈ ചാപ്റ്റേഴ്സൊക്കെ. അതായത് GOC മുതൽ, അതായത് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി മുതൽ എൻഡിലെ ബയോമോളിക്യൂൾസ് അതിൽ കണക്ഷൻ വരില്ലാന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ മുമ്പത്തെ ചാപ്റ്ററിലെ അമീൻസ് ഇതൊക്കെ എന്താണ് ഇൻ്റർ കണക്റ്റഡ് ആണ്. നമുക്ക് ഇവിടുത്തെ കോൺസെപ്റ്റ് അവിടെയും അവിടുത്തെ കോൺസെപ്റ്റ് ഇവിടെയും ആയിട്ട് കുറേ ഉണ്ട്. പിന്നെ നമ്മളെല്ലാം ഡെഫിനറ്റ് ആയിട്ട് പഠിക്കുകയാണ് എന്താണ്, കുറച്ചേ പഠിക്കാനുള്ളൂ, പക്ഷേ തറോ ആയിട്ട് നമുക്ക് അറിയണം, കോൺസെപ്റ്റൊക്കെ നന്നായിട്ട് അറിയണം. ഇതൊരു യൂണീക്കായിട്ടുള്ള സബ്ജക്റ്റ് ആണെന്ന് അതിന് യൂണീക്കായിട്ടുള്ള അപ്രോച്ച് വേണം. അതെന്ത് ചെയ്ത് എനിക്ക് ശരിക്കും ഇവിടെ നിന്ന് കിട്ടി. അതുകൊണ്ട് എനിക്ക് നല്ല തറോ ആയിട്ട് എന്ത് ചെയ്ത് എനിക്ക് ഈ ഓർഗാനിക് കെമിസ്ട്രീനെ അപ്രോച്ച് ചെയ്യാൻ പറ്റി. അതൊക്കെയായിരുന്നു എനിക്ക് എന്താണ് പഠിക്കുന്നതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാമിനെ പറ്റിയിട്ടുള്ളതാണ്. എക്സാമിൽ എങ്ങനെയാണ് നമ്മൾ ടൈം മാനേജ്മെൻറ്റ്, എക്സാം എങ്ങനെയാണ് നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നത്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ വിചാരിക്കും എന്താണ് നമുക്ക് സില്ലിയായിട്ട് ഇപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ഒരു ബേസിക് മാത്സ് നമുക്ക് എന്തായാലും വേണം. ഞാനിപ്പോൾ എനിക്ക് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സാധനമാണത് 1+2 = 3. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാൽക്കുലേഷനാണ്. അല്ലെങ്കിൽ ഒരു 3+7 അത്ര വരിക 10 നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതെന്ത് ചെയ്യും, എഴുതി പഠിക്കും ഞാൻ. അതിനൊരു ഉപകാരപ്രശ്നം. എനിക്ക് ഫസ്റ്റ് ടൈമിൽ എന്ത് ചെയ്തു, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതുണ്ട്. എൻ്റെ 8 കുറച്ച് വൃത്തി കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ 3ഉം എൻ്റെ 5ഉം കണ്ട സെയിം എനിക്ക് തോന്നുന്നു. ഞാൻ പരീക്ഷ ആണെന്ന് ഞാൻ 3 എന്നുള്ളത് എന്ത് ചെയ്തു എഴുതിയപ്പോൾ എനിക്ക് 5 തോന്നിയത്. എനിക്ക് ഫസ്റ്റത്തെ നീറ്റ് എക്സാമിന് എന്ത് ചെയ്ത് ഞാൻ എന്നിട്ട് 5 എന്നുള്ള ഓപ്ഷൻ കുത്തിയിട്ട് എൻ്റെ ആൻസർ തെറ്റി. ഇങ്ങനെ എന്തോ ഒരു സില്ലി എറർ മിസ്റ്റേക്ക് വന്നിരുന്നു എൻ്റെ 8th കാരണം. അപ്പോൾ അത് ഞാൻ ഇപ്രാവശ്യം റെക്ടിഫൈ ചെയ്തു. അതേപോലെ എഴുതുമ്പോൾ വൃത്തിയിൽ എഴുതുമ്പോൾ ഒരു ഓർഡറിൽ സ്റ്റെപ്സൊക്കെ എന്തെങ്കിലും പ്രോപ്പറായിട്ട് ചെയ്താൽ വലിയ ചോദ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം, ചെറുതാണെന്നുണ്ടെങ്കിൽ മൈൻഡിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ അക്യുറസി നല്ല വേണം ഇതിനൊക്കെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അക്യുറേറ്റ് ആയി വരുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലും ഫോക്കസ് കൊടുത്തു. എനിക്ക് കഴിഞ്ഞ വർഷം പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം ക്വസ്റ്റ്യൻസ് ചെയ്തില്ലതാണ്. ശരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ടല്ല ഞാൻ പഠിച്ചിരുന്നത്. ഞാൻ കൂടുതൽ എന്തിനാണ് പഠിച്ചിരുന്നത്, ഒരു ചാപ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് കോൺസെപ്റ്റ് അല്ലെങ്കിൽ തിയറി ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ കൂടുതൽ പഠിച്ചിരുന്നത്. എന്നിട്ടാണുള്ളൂ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാം. തിയറിയിലൂടെ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാൻ വേണ്ടി പഠിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് കിട്ടും. അതായത് പുതിയ ക്വസ്റ്റ്യൻ ടൈപ്പ് കാണണമെന്നില്ല നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അത് പുതിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ കോൺസെപ്റ്റ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, വേഗം കിട്ടും കൊടുക്കുക. ആ രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാവും. അതെന്താണ് കുറച്ചുകൂടി പഠിക്കുന്ന സിമ്പിളാക്കി വരും, പഠിക്കുന്ന രസകരമാക്കി വരും നമ്മൾ തിയറിയിലൂടെ ചോദ്യങ്ങൾ കാണുമ്പോൾ. എനിക്കപ്പോഴും എന്താ വെച്ചാൽ അതിൻ്റെ പ്രശ്നം ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ശരിക്കും ബയോളജി ഒക്കെ പഠിക്കുമ്പോൾ എന്താണ് ഇത് ഡയറക്റ്റ് കണ്ടന്റ് അല്ല, ഇതെന്താണ് പഠിക്കുക, എന്താ പഠിക്കുക, ഇത് കാണാപ്പാടം പഠിക്കുമ്പോൾ ബോറായി വരും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് എന്താ ഒന്നുകൂടി എന്താ പറയുക ഒന്നുകൂടി രസകരമായിട്ട് പഠിക്കാൻ തോന്നി. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ എനിക്ക് വരുന്നൊരു വേറെ മിസ്റ്റേക്ക് ഉള്ളത് OMR ബബിൾ ചെയ്യുമ്പോഴതാണ്. OMR ബബിൾ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത്തിൻ്റെ ആൻസർ 2ഉം മൂന്നാമത്തിൻ്റെ ആൻസർ 4 ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇത് എനിക്ക് മാറിപ്പോകും. 1 കുത്തുന്നതിന് പകരം അല്ലെങ്കിൽ 2 കുത്തുന്നതിന് പകരം രണ്ടാമത്തെ കുത്തും. അപ്പോൾ എന്ത് ചെയ്യും, എനിക്ക് ഈ ഒരു അലൈൻമെൻറ്റിൻ്റെ ഇങ്ങനെ തെറ്റാൻ തുടങ്ങി, ഇത് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, അതിന് പ്രോപ്പറായിട്ട് അതായത് എന്ത് ചെയ്തു ഇതിനെ വർക്കുകൾ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയിട്ട് കാണുന്നതിൻ്റെ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്യും. ആ പേജിൽ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചുകൊണ്ട് ആൻസർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ മാർക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഞാൻ OMR മാർക്ക് ചെയ്യും.
OMR എന്ത് ചെയ്യും, ഒരു ഒന്നാമത്തെ ഓപ്ഷന് 1, ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ 1, അങ്ങനെ തന്നെ മാർക്ക് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ ആ ഒരു എറർ, എനിക്ക് ആ വരുന്ന മിസ്റ്റേക്കുകൾ എന്ത് ചെയ്ത് പൂർണ്ണമായിട്ട് 100% എനിക്ക് എന്താ പറ്റി, എനിക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ടൈം ഇത് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. കാരണം എനിക്കൊരു 3 മണിക്കൂറിൽ എന്തെയില്ല എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ പിന്നെ പോകെ എന്ത് ചെയ്യാൻ പറ്റി, എനിക്കത് സ്പീഡ് കൂടി വരാൻ തുടങ്ങി. അതുകൊണ്ട് എൻ്റെ ഒരു എറർ, എനിക്ക് വരുന്ന പേഴ്സണൽ മിസ്റ്റേക്ക് ആയിരുന്നത്, അത് എനിക്ക് എന്ത് ചെയ്ത് പൂർണ്ണമായിട്ട് റെക്ടിഫൈ ചെയ്യാൻ പറ്റി. അങ്ങനത്തെ എനിക്ക് പ്രശ്നം എനിക്ക് എന്തായാലും ഉറപ്പിച്ച് പറയാൻ ഇരുന്നെങ്കിൽ എന്തെയില്ല അങ്ങനത്തെ ഒരൊറ്റ മിസ്റ്റേക്കും കണ്ട് പറ്റില്ല എന്ന്. പിന്നെ എക്സാമിൽ വരുന്നതാണെന്ത്, നമുക്ക് എക്സാം ഹാൾ കയറുമ്പോൾ ഒരു ടെൻഷൻ, ആ ടെൻഷൻ ഇങ്ങനെ മാറാം എക്സ്പീരിയൻസ് മുഖേന. കാരണം വെച്ചാൽ എക്സാം ഹാൾ കയറുമ്പോൾ നീറ്റാണല്ലോ എഴുതുന്നത്, എന്തായാലും ടെൻഷനാവും. കാരണം എന്താണ്, നമ്മളെ പിന്നിൽ നമ്മൾ എന്താ ഒരു വർഷം ചെയ്ത വർക്ക് ഉണ്ട്, പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെന്ത് ഓരോ എക്സ്പെക്റ്റേഷൻ നമ്മൾ ലിവ് അപ്പ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ടെൻഷൻ എന്തായാലും ഉണ്ടാവും. പക്ഷേ ടെൻഷൻ ഉണ്ടാവരുത് എന്നല്ല പറയുന്നത്, എന്തായാലും ടെൻഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ആ ടെൻഷനിൽ എന്താണ് നമ്മളെ കാംനെസ് അല്ലെങ്കിൽ നമ്മളെ പീസ് ഓഫ് മൈൻഡ് അതെപ്പോഴും കീപ്പപ്പ് ചെയ്യണം. അല്ലാണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പാനിക്കാവാൻ തുടങ്ങും. അപ്പോൾ അതിനെന്ത് സഹായിച്ചത് തന്നെ, എന്നെ കൂടുതൽ സഹായിച്ചത് ഞാൻ ഇവിടുത്തെ നമ്പർ ഓഫ് എക്സാംസാണ്. കൂടുതൽ നമ്പർ ഓഫ് എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ എക്സാംസ് എഴുതാണ്ടൊരു ശീലം വരാണ്ട്. അതായത് എക്സാം അല്ല ഇപ്പോൾ എഴുതുക, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സർപ്രൈസ് ആയിട്ട് ഒരു എക്സാം നടത്താണ്ടില്ല, എനിക്ക് പ്രശ്നമല്ല, നമുക്ക് അറിയണത് എഴുതിച്ചാൽ പോലെ, ഇല്ലാത്ത നമുക്ക് എന്തെങ്കിലും കിട്ടില്ലല്ലോ. എല്ലാവർക്കും ഈ സർപ്രൈസ് ആയിട്ടില്ല നടക്കുന്നത്, അപ്പോൾ കുഴപ്പമില്ല, എല്ലാവരും നമ്മളെ പോലെയാണ് ഉള്ളത്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കൊന്നുകൂടി ആ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഒരു പവറുണ്ട്. ഈ നീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എലിമിനേഷൻ പ്രോസസ്സാണ്. കാരണം എന്താ വെച്ചാൽ 25,50,000 സീറ്റുകളൊക്കെ കുട്ടികളെ ഫില്ല് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഇവർ ബാക്കിയുള്ള ആൾക്കാരെ മൊത്തം എലിമിനേറ്റ് ചെയ്ത ആളാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇവർ നോക്കുക. അപ്പോൾ അതിന് വേണ്ട നമ്മൾ മൈൻഡ് സെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും എന്തുണ്ട് നമ്മൾ കണ്ടുവരുന്നതാണ്, നന്നായിട്ട് കണ്ടുവരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും, അവരുടെ മൈൻഡ് പവർ ഇല്ലെങ്കിൽ ആ ഒരു സമയത്തിലൊരു പാനിക്കായതുകൊണ്ട് എന്ത് ചെയ്യും, അവരുടെ പെർഫോമൻസ് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അതൊരിക്കലും വരുത്താതിരിക്കുക. എക്സാംസിൻ്റെ നമ്പർ കൂട്ടുക. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, കുറേ മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ റിലീജിയൻ പ്രിഫർ ചെയ്യുന്നത്, റിലീജിയനിലൂടെ ഇല്ലാണ്ടെങ്കിൽ മെഡിറ്റേഷൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ പ്രിഫർ ചെയ്യുന്നത്, അത് നിങ്ങൾ എന്ത് ചെയ്യും, എപ്പോഴും പെർഫോം ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അതിനൊക്കെ നമ്മൾ പറയുമ്പോൾ വിചാരിക്കും ഇതുകൊണ്ടൊക്കെ വലിയ കാര്യമുണ്ടോ എന്നത്. ശരിക്കും നമുക്ക് മനസ്സിലാവണമെന്നില്ലേ, നമ്മൾ ആ എക്സാം ഹാൾ കയറുമ്പോഴാണ് ഇപ്പോൾ അതിൻ്റെ എഫക്റ്റ് പറയാം. നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് ചെയ്യും. എൻ്റെ റിലീജിയൻ ഇസ്ലാമാണ്. അതിൽ ഞാൻ പീസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതൊരു ഫിലോസഫി ആയിട്ട് വരുന്നത്. അതിൽ വരുന്നൊരു ഫിലോസഫി എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താണോ ദൈവം എനിക്ക് എഴുതിയത് അതാർക്കും തടയാൻ കഴിയില്ല, എന്താണോ ദൈവം എനിക്ക് തടഞ്ഞത് അത് ഏകാനും ആർക്കും കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ, എനിക്ക് എന്താണോ ഏകിയത് അതിലെനിക്ക് നല്ലത് വരട്ടെ, എനിക്ക് എന്താണോ ഏകാത്തത് അത് എനിക്ക് മോശമായിരിക്കും, അതുകൊണ്ടാണ് അത് എന്ത് എന്നിൽ നിന്ന് തടഞ്ഞു വിട്ടത്. അപ്പോൾ നീറ്റ് എനിക്ക് കിട്ടുന്നതാണ് എന്ത് ചെയ്യും, എന്തായാലും കിട്ടേണ്ടി ചെയ്യും, അത് ആർക്കും തടയാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം, അതിനുള്ള വർക്ക് ചെയ്താൽ മതി. നമ്മൾ എപ്പോഴും അതിൻ്റെ എഫേർട്ട് എടുക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയെന്നില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ട്രൈ ചെയ്യേണ്ടി വരും. എനിക്ക് സെക്കൻഡ് ട്രൈയിലാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു ഫ്രേസ് അത് അറബിയിലാണ് പറയണമെന്നുണ്ടെങ്കിലും എനിക്ക് അതിൻ്റെ അർത്ഥം അറിയുന്നതുകൊണ്ട് അതെന്ത് ചെയ്യും, നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ആ സമയത്ത് കിട്ടും. ശരിയാണ്, ഇപ്പം നമ്മൾ പറയുമ്പോൾ അത്ര വലിയ എഫക്റ്റ് ഒന്നും കിട്ടില്ല. പക്ഷേ ആ ഒരു എക്സാമുകളൊന്നും ആ ഒരു പ്രഷർ നിൽക്കുന്ന സമയത്ത് എന്തായിരുന്നു, അത് വലിയൊരു എഫക്റ്റ് തന്നെയായിരുന്നു എനിക്ക്. പിന്നെ അത് ഓരോരുത്തരുടെ റിലീജിയൻ ബേസിൽ എന്താ ചെയ്യുക, അവർക്ക് അവരുടേതായിട്ടുള്ള മെത്തഡോളജി സ്വീകരിക്കും. പിന്നെ നമ്മൾ വർക്ക് ചെയ്ത് നിൽക്കുമ്പോൾ, അതായത് റിപ്പീറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മളെന്തെങ്കിലും ഒരു വർഷം നീണ്ടാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അതെന്താണ്, ഓവർ ബെയറിങ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. നമുക്ക് എന്താ പറയുക, ഈസി ആയിട്ടൊന്നും ചെയ്യുന്ന സാധനമല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറേ വർക്ക് ചെയ്യാനുണ്ട്. അതെന്താണ്, ആ സമയത്ത് നമുക്ക് കുറേ ഡിസ്ട്രാക്ഷൻ വരും. ഇത് പറയാൻ സുഖമായിട്ട് കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്യണമല്ലോ ഒക്കെ. ഞാനത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ്, എനിക്കതിന് ശരിക്കുള്ള ഇത് പറയാം. എന്താണ്, പല ഡിസ്ട്രാക്ഷൻസ് വരും. എൻ്റെ ഫ്രണ്ട്സ്, അതായത് നാട്ടിലത്തെ ഫ്രണ്ട്സൊക്കെ എന്തെങ്കിലും കുറേ ട്രിപ്പിന് പോകുന്നുണ്ട്, അവർ കൂടുന്നുണ്ട്, അവരെ എൻജോയ്മെൻറ്റ്, അതിനൊക്കെ ഞാൻ മാറുന്നുണ്ട്. അപ്പോഴൊക്കെ എന്നെ ഒരു സഹായിച്ചതാണ് എന്താ പറയുക, ഇവരൊക്കെ എന്ത് ചെയ്യും, നാളെ ഞാൻ ഈ റിപ്പീറ്റ് കഴിഞ്ഞ് വരുമ്പോൾ അവർ വിഷ്വലൈസേഷൻ ഉണ്ട്, അതായത് റിപ്പീറ്റ് കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ഇവരൊക്കെ എന്നെ അഭിനന്ദിക്കും. എന്തിനു വേണ്ടിയിട്ട്, ഞാൻ ഡോക്ടറായി നിന്നിൻ്റെ സന്തോഷത്തിൽ. ശരി, ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല എന്ത് ഇത്രയും വലിയ റാങ്കിൽ എത്തുന്നുള്ളതൊന്നും. അപ്പോൾ എന്ത് ചെയ്ത് എനിക്ക് അതിൻ്റെ മധുരം ഒന്നും കൂടി കൂടിയെന്നേ ഉള്ളൂ. എന്താ പറയുക, ഇപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട്സ് എന്ത് ചെയ്ത് അവിടെ കൂടിയപ്പോഴും ഞാൻ ലാസ്റ്റത്തെ മന്തിലാണ് അവർ കൂടിയത്. അപ്പോൾ എങ്ങനെ ആലോചിച്ചിങ്ങനെ സങ്കടപ്പെടും, എന്തുള്ള എനിക്ക് കൂടാൻ പറ്റാത്തത്, ഇവിടെ ഇങ്ങനെ പെട്ടുപോയല്ലോ എന്നതൊക്കെ ആയിട്ട്. പക്ഷേ ആ ഒരു സ്ട്രഗിൾ എനിക്ക് എന്ത് ചെയ്തു, അതിൻ്റെ എഫക്റ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം എന്ന് പറയാൻ എനിക്ക് റിസൾട്ട് വന്നപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അവരെന്തെങ്കിലും വിളിച്ചാണ്ട് അഭിനന്ദിക്കാനായിട്ട് കുറേ പേര് എന്ത് ചെയ്തു, ഫ്രണ്ട്സുകൾ വിളിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു പ്രഷർ നമുക്ക് അപ്ലൈ കിട്ടും. പിന്നെ നമ്മൾ പറയുമ്പോൾ എന്താ, ഒരു ലാസ്റ്റ് മന്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ സമയത്ത് നമ്മളെങ്ങനെ എഫേർട്ട് എടുക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ റിസൾട്ട് വരിക. കാരണം വെച്ചാൽ നമ്മൾ ടെൻഷൻ അടിക്കാതെ പ്രോപ്പറായിട്ട് റിവിഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു മാസം നടത്തേണ്ടത്. എനിക്ക് ആ മാസം എന്ന് വെച്ചാൽ നന്നായിട്ട് ടെൻഷൻ കയറിയിരുന്നു. ഞാൻ ഇങ്ങോട്ട് എന്താ ചെയ്യുക കഴിഞ്ഞാൽ, എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് എന്ത് ചെയ്യും, ഞാൻ ടെൻഷനിലേക്ക് കഴിഞ്ഞാൽ എനിക്ക് ഈറ്റിംഗ് ഡിസോർഡർ, ഞാൻ കഴിക്കാതെ വെക്കും, ഞാൻ എന്ത് ചെയ്യും, ഉറങ്ങാൻ തുടങ്ങും.
അപ്പോൾ എന്ത് ചെയ്തു, ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു നന്നായിട്ട് ഉറങ്ങി പോവാണ്. ചില ദിവസങ്ങളിൽ എന്ത് ചെയ്തു 12 മണിക്കൂറൊക്കെ ഉറങ്ങും. അത് ഹാഫ് ഡേ എന്ത് ചെയ്യുക ഉറങ്ങുക, പിന്നെ ബാക്കി ദിവസം എന്ത് ചെയ്യുക ആ ഒരു ഉറക്കത്തിൻ്റെ എഫക്റ്റ് വേണ്ട അങ്ങനെ പോകുന്നു. കുറേ ദിവസങ്ങൾ ഞാൻ വേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ JP സാറിനോട് ബുദ്ധിമുട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് പക്ഷേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞതാണ് എന്ത് SS മാളിൽ എന്ത് ചെയ്യുക ഇവിടെ നിന്നാണ് പഠിക്കാൻ പറഞ്ഞു. ഇവിടെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും കുറച്ചുകൂടി ഓർഡേഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. കാരണം ക്ലാസ് റൂം ആ ഒരു എന്താ അറിയില്ല ആ ഒരു എൻവയോൺമെൻറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തെങ്കിൽ ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റി. അങ്ങനെ മാഷ് എന്ത് പറഞ്ഞു, ഈ ഇവിടെ തന്നെ നിന്നാണ് ഇവിടെ തന്നെ പഠിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു മാസം ഞാൻ മൊത്തം ഇവിടെ നിന്നിട്ടാണ് പഠിച്ചിരുന്നത്. അതായത് ഇതായിരുന്നു ഞാൻ കിടക്കുന്ന റൂമും ഒക്കെ പാടെ. എന്നിട്ട് ഇവിടെ നിന്ന് കിടക്കുക, ഇവിടെ നിന്ന് പഠിക്കുക തന്നെ, പുസ്തകമൊക്കെ ഇവിടെ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വരുന്നത് ഇങ്ങനെ ഹോസ്റ്റലിലുണ്ടാവുക, ഫുഡ് ഇവിടെ എത്തുമല്ലോ. അപ്പോൾ രാവിലത്തെ ഫുഡ് എന്തായാലും മിസ്സാവും, ഉച്ചക്കത്തെ ഫുഡ് മിക്ക ദിവസം എനിക്ക് ഇവിടെ ഉണ്ടായിരിക്കും, വൈകുന്നേരത്തെ ഫുഡ് എന്താണ് ഫ്രണ്ട്സുകൾ കൊണ്ടുവന്ന ഏരിയയിൽ. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് തന്നെ അവിടെ എനിക്ക് എന്താ പറയുക തികച്ചും പറയാം എൻ്റെ ഒരു വിജയത്തിന് എന്താ പറയുക ഈ ഒരു വിജയത്തിന് ഞാൻ എഫേർട്ട് എടുത്തുണ്ടെങ്കിൽ അതൊരു 75%. കാരണം എനിക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ ഒരു പൊട്ടൻഷ്യൽ വളരാൻ സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനായിട്ടുള്ള കറക്റ്റ് എന്തുവാണ് എൻവയോൺമെൻറ്റ് വേണം. ആ എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എനിക്ക് JP ഉണ്ടായിരുന്നു, JPസിൻ്റെ പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതാണ് എന്ത് ചെയ്തത് എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു എൻവയോൺമെൻറ്റ് കിട്ടിയത്. എൻ്റെ ഫ്രണ്ട്സ് എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു വിജയത്തിൻ്റെ കാരണം അതാണ്. നമ്മൾ ടോപ്പിക്കിലേക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എന്ത് ചെയ്തത് ഞാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് റിവൈസ് ചെയ്തത്. ശരിക്കും ആ ഒരു സ്ട്രഗിളൊക്കെയാണ് എന്ത് ചെയ്തത് എനിക്ക് കൂടുതൽ ഫുഡ് കഴിച്ചാൽ എന്ത് ചെയ്യും കുറക്കം വരും. അപ്പോൾ എന്ത് ചെയ്യും മിനിമൈസ്ഡ് ആയിട്ട് ഫുഡ് കഴിക്കും, വേഗം എന്ത് ചെയ്യുക കണ്ണിനെ റിവൈസ് ചെയ്യുക. അങ്ങനെ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് ഒരാഴ്ച മുമ്പാണ് ഞാൻ വീട്ടിൽ പോയത്. പിന്നെ ഒരാഴ്ച മൊത്തം എന്തായിരുന്നു ഞാൻ ഗെയിം കളിക്കുക, ഫുഡ് കഴിക്കുക, അത് ജസ്റ്റ് എന്ത് ചെയ്യുക ഫുൾ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യുക, മൈൻഡിൻ്റെ എന്ത് ചെയ്യുക ഒന്ന് റിലാക്സ് ചെയ്യുക. ഞാൻ റിവൈസ് ചെയ്യുമ്പോഴും പക്ഷേ അത്ര സീരിയസ് ആയിട്ടില്ലെങ്കിൽ ഞാൻ ആ ഒരു മുമ്പത്തെ ഒരു 15 ദിവസം ചെയ്ത പോലെ റിവൈസ് ചെയ്യും ഇല്ല, ഞാനത് കുറച്ചുകൂടി ഒന്ന് റിലാക്സ്ഡ് ആയിട്ടാണ് റിവൈസ് ചെയ്തിരുന്നത്. എന്നിട്ട് എന്തെങ്കിലും കുറേ ഫുഡ് കഴിച്ചാണ്ട് ഇപ്രാവശ്യം പിന്നെ നീറ്റിന് പോയപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, അതായത് നമുക്കൊന്നും പറ്റാത്ത രീതിയിൽ നല്ല നല്ല ഫുഡുകൾ, നല്ല എന്താ ഹൈ കാലറിയിൽ എന്താ പറയുക ലോ എമൗണ്ട് ഹൈ കാലറി ഡെൻസിറ്റി ഉള്ള ഫുഡുകൾ കഴിക്കാൻ തുടങ്ങി. ലൈക്ക് കാരക്ക, ലൈക്ക് നട്ട്സ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങി. ഇവർക്കൊക്കെ എന്താണ് നമുക്ക് വയറധികം അറിയില്ല, പക്ഷെ നല്ല കാലറി ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്കെന്താണ് ആ ഒരു വയറ് ഒരു ഹാഫ് ഫിൽഡ് ഇല്ലെങ്കിൽ ഒരു എംപ്റ്റിനെസ് ഉണ്ടായാലും എന്തുള്ളൂ മൈൻഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ അതേസമയം കാലറി വേണം തോന്നും. അപ്പോൾ അങ്ങനത്തെ ഫുഡുകൾ കഴിച്ചപ്പോൾ എനിക്ക് എന്ത് ചെയ്തു ഒന്നുകൂടി മൈൻഡ് പ്രോപ്പറായിട്ട് ആക്റ്റീവായി. ഇങ്ങനെ എക്സാമുകളൊക്കെ എഴുതി. എക്സാം എഴുതുമ്പോൾ എന്താണ് നമ്മൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എക്സാമുകളെന്ന് പോയപ്പോൾ എന്താണ് ആ ഒരു ടെൻഷൻ എനിക്ക് മാത്രം ടഫ് എന്നല്ല വിചാരിച്ചത്. ഞാൻ 1.25 മണിക്കൂറാണ് എനിക്ക് എന്തെടുത്തത് ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. അതിൽ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ വേഗം കിട്ടി, ആ ഒരു യൂണിറ്റ് മെഷർമെൻറ്റ് ഈസി ക്വസ്റ്റ്യന്. പിന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റ് ആയപ്പോൾ എൻ്റെ 3 ക്വസ്റ്റ്യൻ നീങ്ങിയത്. പിന്നെ അങ്ങോട്ട് എന്താ പറയുക കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് 1 മണിക്കൂർ അതിനെപ്പോഴും എൻ്റെ എത്ര 20 ക്വസ്റ്റ്യൻസ് എത്തി നീങ്ങിയിട്ടുള്ളൂ. പിന്നെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എൻ്റെ ഒരു എക്സാമിൻ്റെ പാറ്റേൺ അങ്ങനെയായിരുന്നു. ഞാൻ എന്ത് ചെയ്തു പിന്നെ എഴുതിയേണ്ട ഒരു 1.25 മണിക്കൂർ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ. ഞാൻ ഓരോ വട്ടം വിചാരിക്കും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഫിസിക്സ് നിർത്തണം, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ബയോളജി നിർത്താം, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കെമിസ്ട്രി. പിന്നെ നമുക്ക് അതിൽ ടൈം എന്തെങ്കിലും സേവ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ എവിടെയാണ് സ്കിപ്പ് ചെയ്ത് ആ ക്വസ്റ്റ്യനിലേക്ക് കൊടുക്കാനാണ് എൻ്റെ ഒരു സ്ട്രാറ്റജിയൊക്കെ നമുക്ക് ഏത് സ്വീകരിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് പ്രിഫറബിൾ അതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അത് ഇന്നതാണ് റൈറ്റ് ഇന്നത് തെറ്റാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏതാണ് പ്രിഫറബിൾ, നിങ്ങൾക്കത് കൃത്യമായിട്ട് 3 മണിക്കൂറിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എക്സാം ഹാളിൽ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്താ വെച്ചാൽ 1 മണിക്കൂർ ഞാൻ എന്ത് ചെയ്യുക ഫിസിക്സ് നമുക്ക് ഇരിക്കുക, അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ബയോളജി നമുക്ക് ഇരിക്കുക, 1 മണിക്കൂർ കെമിസ്ട്രി നമുക്ക് ഇരിക്കുക, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയം അതായത് ടൈം എനിക്ക് സേവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഞാൻ ആ സമയം എവിടെയാണോ ഞാൻ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടും തോന്നുന്നത് അവിടെ സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഈ സ്ട്രാറ്റജി എനിക്ക് എന്ത് ചെയ്യുക എക്സാം ഹാളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ 1.25 മണിക്കൂർ ഫിസിക്സിനെടുത്ത് ഇനി എൻ്റെ മുമ്പിൽ 45 ക്വസ്റ്റ്യനിൽ ഞാൻ എന്ത് ചെയ്തു 43 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് 2 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് എൻ്റെ മുമ്പിൽ നിന്ന് ബാക്കി നിൽക്കുന്നത് 135 ക്വസ്റ്റ്യൻസ്. എനിക്ക് ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ 1.25 മണിക്കൂറാണ് ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. അതിൽ 43 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, 2 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തു. ഈ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ ഭയങ്കര രസമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലെങ്ത്തിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കാൽക്കുലേഷൻ എന്ത് ചെയ്തു ഞാൻ 3 വട്ടം ചെയ്തു. എനിക്ക് 3 വട്ടം 3 വാല്യൂസ് കിട്ടിയത്. അത് ഭയങ്കര അക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തു ആ ഒരു ടെൻഷനായ സമയത്ത് ഞാൻ എന്ത് ചെയ്തു സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. എനിക്കത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് മറ്റേ ക്വസ്റ്റ്യൻ എന്താ എനിക്ക് എന്തായാലും കിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു നോക്കിയപ്പോൾ തന്നെ വിട്ട് കോംപ്ലിക്കേറ്റഡ് ആൻസർ ആയപ്പോൾ ടൈം ഓൾറെഡി നേരം വൈകി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ബാക്കിൽ തലമിന്നി മൂവ് ചെയ്തു. അത് കേട്ടപ്പോൾ എന്താ പറയുക ഞാൻ പെട്ടെന്ന് എന്താ വെച്ചാൽ ഒരു കുട്ടിയെന്ന് നമ്മൾ ഒരു സൗണ്ട് കേട്ടു. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുട്ടി നിലത്ത് ഇറക്കുന്നു. അതിൽ ശരിക്കും പറയാൻ എന്താ പറയുക നമുക്കൊരു നമ്മളെ ഉള്ളിലേക്ക് തന്നെ പാനിക്കാണെന്ന് പറയും. ശരിക്കും എൻ്റെ എക്സാം ഹാൾ മൊത്തം പാനിക് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ എല്ലാവരും ഒരു എന്താ പറയുക എക്സാം ടഫാന്ന് എല്ലാവർക്കും പറയാം. ആ ഒരു കുട്ടി തലമിന്നിയും കൂടി കണ്ടപ്പോൾ എന്ത് ചെയ്ത് എല്ലാവരും പാനിക്കാന്ന് പറയും. നമുക്ക് എക്സാം ഹാളിലൊരു തന്നെ മനസ്സിലാവും എല്ലാവരും എന്ത് ചെയ്ത് ടെൻഷനായി എന്നുള്ളത്. പിന്നെ നോക്കുമ്പോൾ എന്ത് ചെയ്ത് ആ കുട്ടീനെ എന്താ പറയുക അത് ഞാൻ നീക്കാൻ നിന്ന്, പക്ഷേ എൻ്റെ ഓൾറെഡി ടൈം ഇവിടെ ഇതായി കിടക്കുകയാണല്ലോ, അപ്പോൾ എനിക്ക് നീക്കണമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനെന്ത് ചെയ്തു മാഷന്മാർ അവിടുത്തെ ഇൻവിജിലേറ്റേഴ്സ് എന്ത് ചെയ്തു ആ കുട്ടീനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ടെൻഷനായി. പിന്നെ
ഇന്നിപ്പോൾ ബാക്കി എനിക്ക് 1.25 മണിക്കൂറിൽ 45 ക്വസ്റ്റ്യനാണ് ഞാൻ കണ്ടത്. ഇനി എനിക്ക് കാണാൻ എത്രയുണ്ട് 135 ക്വസ്റ്റ്യൻസ്, അതിനുള്ള സമയം 75 മിനിറ്റും. 60 ക്വസ്റ്റ്യൻസിന് എനിക്ക് സമയമില്ല. അതായത് നമ്മൾ നീറ്റിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്താണ്, 1 മിനിറ്റിന് ഒരു ക്വസ്റ്റ്യൻ, അതാണ് സ്റ്റാൻഡേർഡ്. അതിൽ അനുസരിച്ച് എന്താ എനിക്ക് 60 ക്വസ്റ്റ്യന് സമയമില്ല. അപ്പോൾ ഞാൻ വേഗം ബയോളജിക്ക് തിരിഞ്ഞ് ബയോളജി എന്ത് ചെയ്തു, ഒരു 1.5 രീതിയിലാണ് അറ്റൻഡ് ചെയ്ത്. ഭയങ്കര സ്പീഡായിരുന്നു. ഞാൻ വേഗം വായിക്കുക, വേഗം ഇതാക്കുക. ശരിക്കും ആ ഒരു സമയത്തിന് സഹായിച്ചത് എന്താ വെച്ചാൽ ഞാൻ ബയോളജിനെ എങ്ങനെയാണ് റിവൈസ് ചെയ്തത്, ആ റിവൈസ് ചെയ്ത മെത്തഡോളജിനെ നല്ല സഹായിച്ചു. ഞാൻ റിവൈസ് ചെയ്ത എന്താ പറയുക, എനിക്ക് പഠിക്കുമ്പോൾ എന്തെങ്കിലും കുറച്ചുകൂടി ഡെപ്തിൽ പഠിച്ചാൽ എൻ്റെ ഉള്ളൂ എനിക്ക് NCERT കണ്ടന്റ് ഓർമ്മ ഉണ്ടാവുള്ളൂ. ആ ഡെപ്തിൽ പഠിച്ചുകൊണ്ട് എന്ത് ചെയ്തു, എനിക്ക് കോൺസെപ്റ്റ് ഒന്നുകൂടി തറവായി. എന്തിന് ബയോളജി തന്നെ എനിക്ക് ബയോളജി അത്രയും വീക്കായ സബ്ജക്റ്റായി പോലും എന്ത് ചെയ്തു, എനിക്ക് ശരി പഠിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അത്രയും നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റി, എനിക്ക് പഠിക്കാൻ പറ്റി. അതുകൊണ്ട് എന്ത് ചെയ്തു, അതിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എക്സാം ചെയ്താൽ നമുക്ക് ഒരു പ്രോട്ടോക്കോൾ വേണം. പ്രോട്ടോക്കോൾ ഇല്ലാണ്ട് എന്ത് ചെയ്യില്ല, നമുക്ക് എക്സാം നമ്മൾ തോന്നുന്ന രീതിയിലൊക്കെ ചെയ്ത് പോകും. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ എക്സാം പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അനാലിസിസ് ചെയ്ത് നോക്കൂലേ. ആ അനാലിസിസ് ആണ് ശരിക്കും എനിക്ക് അവിടെ എന്ത് ബെനിഫിറ്റ് ആയത്. ബയോളജി എനിക്ക് എന്ത് ചെയ്തു, സൂപ്പർ ഫാസ്റ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ എന്ത് ചെയ്തു, കെമിസ്ട്രിയിലേക്ക് വരുന്നു. കെമിസ്ട്രിയിൽ എനിക്ക് അരമണിക്കൂർ ആണ് ഇനി വേണ്ടത്, 45 ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഈ 45 ക്വസ്റ്റ്യനിൽ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും എനിക്ക് കെമിസ്ട്രീൻ്റെ ഫസ്റ്റ് പേജ് കുറച്ചൊന്ന് ലാഗ് അടിച്ച്. പിന്നെ എന്ത് ചെയ്തു, കുറേ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. ഞാൻ 6 ക്വസ്റ്റ്യൻസാണ് കെമിസ്ട്രിയിൽ സ്കിപ്പ് ചെയ്തത്, നമുക്ക് ന്യൂമറിക്കൽസ് കണ്ടപ്പോൾ. അത് പിന്നെ കെമിസ്ട്രീനെ സൂപ്പർ ഫാസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തു, 6 നെഗറ്റീവ് വന്നു. ഇതാണ് ഇൻ്റർ എക്സാം ആണെന്ന് ഉണ്ടായ സംഭവങ്ങൾ. ശരിക്കും നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങളൊരു സ്ട്രാറ്റജി കീപ്പപ്പ് ചെയ്യുക. അത് എക്സാം നീറ്റ് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ സ്ട്രാറ്റജി തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഇതിൽ നമ്മൾ പറയേണ്ട ഒരു സംഭവം വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഉണ്ട്, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യുക. കാരണം അത് അങ്ങനത്തെ ഒരു ടോപ്പിക് തന്നെയാണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എത്ര ഡെപ്തിൽ അനാലിസ് ചെയ്യണം, നമ്മൾ മിസ്റ്റേക്കുകൾ കവർ ചെയ്യണം. അതിന് ശേഷം നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കണം, മിസ്റ്റേക്ക് ബുക്ക് പ്രോട്ടോക്കോളായിട്ട് അത് എക്സാം ഹാളിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു സാധനം ആൻസർ ചെയ്യേണ്ടത്, അതെപ്പോഴും നമ്മൾ ഒരു പ്രോട്ടോക്കോൾ ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. കാരണം ആ ഒരു സിസ്റ്റത്തിൻ്റെ ഉപകാരം എന്തായാലും നമുക്ക് നമ്മൾ യൂണിറ്റ് സെമസ്റ്ററിൽ നമ്മളെല്ലാവരും പഠിക്കുന്ന എററിലൊക്കെ റാൻഡം എറർ ഇല്ലെങ്കിൽ റാൻഡം എറർ ഒരു സംഭവം, അതായത് നമുക്കറിയാതെ ഒരു ബോധമില്ലാതെ എന്ത് ചെയ്യും, കുറേ എറർ ഉണ്ടാക്കും. ശരി എക്സാമ്പിൾ ആ ടെൻഷൻ എടുത്ത് നിൽക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും, റെക്ടിഫൈ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് സഹായിക്കും. അപ്പോൾ അതിനേക്ക് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഇത് ഇങ്ങനെയൊക്കെയാണ് എന്ത് വരിക, നമ്മൾ എക്സാമുകൾ ഇല്ലെങ്കിൽ നീറ്റിൻ്റെ ഒരു ലൈഫിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു നീറ്റ് ജേർണലിൽ എനിക്ക് പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പക്ക ടെൻഷനായിട്ട് തന്നെ ഉള്ളത്. ഞാൻ എക്സാമുകളിൽ ഇതൊക്കെ കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്കിന് മടുത്തു. അതായത് ഞാൻ റിപ്പീറ്റ് ചെയ്തതിന് ഒക്കെ കൊളായി. എനിക്ക് എന്തല്ല ആ സമയത്ത് ഞാൻ പിന്നോട്ട് ആലോചിക്കുമ്പോൾ അത് എക്സാമുകളൊന്ന് നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും 20 മിനിറ്റ് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മാഷന്മാരെന്തെയ്യുള്ള നമ്മളെ വിടുന്നില്ല. കാരണം അവർക്കൊരു ഇതുണ്ടല്ലോ, ഒരു രീതി ഉണ്ടല്ലോ ഇങ്ങനെ വിടുന്നതിനൊക്കെ, ഫസ്റ്റ് ഇന്ന ക്ലാസ് ഉള്ളതൊക്കെ. അപ്പോൾ ഞാൻ ആ 20 മിനിറ്റ് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, JPS നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് എടുത്ത് എനിക്കത് ഒരു നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ എന്താണ് ഈ കൊല്ലം ഇപ്പോൾ ഇവിടെ കാട്ടിയത്. എനിക്ക് ആ സമയത്ത് ആലോചിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, മൈൻഡിൽ മൊത്തം വരുന്നത് ഞാൻ അവിടെ കളിച്ച് നടക്കുന്നത് മാത്രമാണ്. ഞാൻ ഒരു തരി പഠിച്ചാൽ എനിക്ക് വരുന്നില്ല. ശരിക്കും ആ സമയത്ത് പറയേണ്ടത് ഞാൻ 3ാമത്തെ ഫ്ലോറിലുണ്ട്. ഞാൻ ശരിക്കും അറിയില്ല അവിടെ നിന്ന് ചാടൽ വിചാരിച്ചു. പക്ഷേ എൻ്റെ ഒരു റിലീജിയൻ ബിലീഫ് അതിന് അഗെയിൻസ്റ്റാണ്. പിന്നെ എന്തെയില്ല, നമ്മൾ എനിക്ക് നിന്നില്ല. ഞാൻ ആ 3ാമത്തെ ഫ്ലോറിലുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ അവിടെ നിർത്തി ചാടിയാലോ എന്ന് തന്നെ വിചാരിച്ചു. കാരണം എന്താ പറയുക, എനിക്ക് അത്ര നല്ല റിസൾട്ട് JP കൊടുക്കാനും പറ്റിയില്ല. ഞാൻ എന്താ പറയുക, ഈ കൊല്ലം മൊത്തം അവിടെ കളിച്ച് നടന്ന് എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും സാക്രിഫൈസ് ചെയ്തിട്ട് നമുക്ക് JP ആയാലും എൻ്റെ വീട്ടുകാർക്കാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഞാൻ അവരെയൊക്കെ ഒന്ന് കുറേ സപ്പോർട്ട് എടുത്തിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇവർക്കൊന്നും ഈ റിസൾട്ട് കൊടുക്കാൻ കഴിയില്ല നമ്മൾ. എനിക്ക് ആ ഒരു സമയത്ത് ആ ഒരു നിമിഷത്തേക്ക് എന്ത് ചെയ്ത് ഞാൻ വിചാരിച്ച് 3ാമത്തെ ഫ്ലോറിൽ നിർത്തി ചാടിയാലോ എന്നുള്ളത്. എന്താ പറയുക, നമ്മളെ റിലീജിയസ് ബിലീഫ് എന്താണ്, ഇതിന് അഗെയിൻസ്റ്റാണ് സൂയിസൈഡിന്. അപ്പോൾ ഒരിക്കലും എന്തെങ്കിലും ആ ഒരു ഓപ്ഷൻ എനിക്ക് അവിടെ നിന്ന് അവൈലബിൾ അല്ലായിരുന്നു. ശരിക്കും അതൊക്കെ ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു, ഇത്രയും ഒരു നല്ല നിലയിലേക്ക് എത്താൻ പറ്റില്ലായിരുന്നു. ഒരിക്കലും ഇങ്ങനത്തെ എടുത്തുചാട്ടങ്ങളൊക്കെ ഒഴിവാക്കാം കേട്ടോ. ശരിക്കും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ തോട്ട് വന്നു ചോദിച്ചാൽ നമ്മൾ തെറ്റാണ്, ഒരിക്കലും അല്ല. പക്ഷെ നമ്മൾ അതിന് ആക്റ്റപ്പ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, അത് നമ്മൾ തെറ്റായി മാറും. ഇങ്ങനത്തെ തോട്ട്സ് വരുന്നതിലല്ല, നമ്മൾ ആ തോട്ട്സിന് പുറമെ ആക്ട് ചെയ്യുകയോ വേണ്ടത് നമ്മുടെ ചോയ്സാണ്. ആക്ട് ചെയ്യുകയോ വേണ്ടത് എപ്പോഴും നമ്മുടെ ചോയ്സ് തന്നെയാണ്. നമുക്ക് എപ്പോഴും എന്തുണ്ട്, ആ ഒരു ചോയ്സ് ഉണ്ട്. നമ്മളെപ്പോഴും ആ ഒരു വിശ്വാസം കീപ്പപ്പ് ചെയ്യും. പക്ഷേ പിന്നെ എന്തെയില്ല, അത് വേണ്ടെന്ന് വെച്ച്. കാരണം ഞാൻ പറയല്ലോ, റിലീജിയസ് ബിലീഫ് അതിന് അഗെയിൻസ്റ്റാണ് നല്ലത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഞാൻ അടുത്തൊന്നും റിപ്പീറ്റ് ചെയ്താലുള്ളത്. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും JPനെ ഫേസ് ചെയ്യാൻ കഴിയില്ല. ഞാൻ എന്ത് ചെയ്യുക, JPSലേക്ക് വരുന്നില്ല. ഞാൻ വീട്ടിൽ നിന്നാണ്ട് ഞാൻ വെറും റൂമിൽ മാത്രം ഇരുന്നാണ്ട് പഠിക്കുക. റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങാതെ ഒരു കോൺടാക്റ്റും വേണ്ട, ഫോണൊന്നും വേണ്ട. കണ്ടൻറ്റ് ഓൾറെഡി എടുത്തിട്ട് ക്വസ്റ്റ്യൻസും ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് എന്ത് ചെയ്തു, ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഞാൻ എക്സാമുകൾ ഇറങ്ങുമ്പോൾ തന്നെ ശരിക്കും എൻ്റെ ചുറ്റുള്ള ആൾക്കാരും ഡൗൺ തന്നെയായിരുന്നു എന്നെ പോലെ തന്നെ. ഞാനെന്ത് ചെയ്തു, അത് നോട്ട് ചെയ്തെങ്കിൽ മനസ്സിലാവും എക്സാമുകളെന്ന് സാധനം ടഫായിരുന്നു എന്നുള്ളത്. പക്ഷെ നമ്മളെ മൈൻഡിൽ തന്നെ എന്താ പറയുക, അങ്ങനെ ഐസൊലേറ്റഡ് പോയി. ശരിക്കും അത്രയും ആൾക്കാരെ ഇടയിലാവുന്നത് പോലും നമ്മൾ അത്ര ഐസൊലേറ്റഡ് ആയിരുന്നു അവിടെ. അത്രയും ലോൺലി ആയിരുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ തോട്ട്സ് തന്നെ അങ്ങനെ മുങ്ങി കിടക്കായിരുന്നു. ആ
ആ സമയത്ത് എന്താ പറയുക, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇനി അടുത്ത് എന്താ, ഇനി ബാക്കിയുള്ള റൂമൊക്കെ എന്തായാലും ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ 3ാമത്തെ ഫ്ലോറിൽ ഇങ്ങനെ ഇറങ്ങി വന്ന് നമ്മൾ ആ ഗേറ്റിലേക്ക് എത്തുമ്പോൾ കുറേ ആൾക്കാർ നോക്കുന്നുണ്ട്. എൻ്റെ ഉമ്മാനെ കാണാനില്ല. ഉമ്മാൻ്റെ അടുത്തേക്ക് അങ്ങനെ എത്തി, ഉമ്മ കണ്ട്. പിന്നെ വണ്ടി കുറച്ച് അപ്പുറത്ത്, അതുവരെ നടന്ന് ഞാനൊന്നും ഉമ്മാനോട് മുണ്ടിയില്ല. അപ്പോൾ ജെ പി ചോദിച്ചു എന്താണ് അവസ്ഥ ഉള്ളത്. ഞാനെന്ത് നമ്മൾ വോയിസൊക്കെ ക്രാക്ക് ആവുണ്ടായിരുന്നു. എന്നാലും എന്നത് ജേബിനോട് പറഞ്ഞു ഇങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു, എക്സാമിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം വന്നിരുന്നു, ടൈം മാനേജ്മെൻറ്റ് മോശമായിരുന്നു ഒക്കെ. അപ്പോൾ സാറ് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, എന്താണ് നമ്മൾ എക്സാം ടഫായിരുന്നു, കട്ട് ഓഫ് കുറയും, അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്തായാലും മൈൻഡ് ഓക്കെ ആയിട്ട് നിൽക്കാറുണ്ട്. പക്ഷേ എനിക്കെപ്പോഴും തോന്നിയതാണ് ജെ പി നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വേദനിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയണതാണ് നല്ലത്. ഞാനെന്ത് ചെയ്ത് അവിടെ നിന്ന് പിന്നെ പോന്നു. പിന്നെ ഞാൻ ഉമ്മാനെപ്പോഴാണ് തിരിച്ചു പോരുന്നത്. ഞാൻ ഒരു വാക്കും കൊണ്ടിട്ടില്ല. ഞാൻ പിന്നെ അസ്ര നിസ്കരിക്കാണ്ടായിരുന്നു. പിന്നെ ഒരു പള്ളിയിൽ കയറി നിസ്കരിച്ച് വന്ന് നമ്മളിങ്ങനെ കുറേ പ്രാർത്ഥിച്ച്, എന്താ ഇപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു ഇതില്ലല്ലോ, ഇപ്പം എന്താ ഉണ്ടായത്, ഇങ്ങനെയൊക്കെ വിചാരിച്ചിങ്ങനെ നിന്ന്. പിന്നെ നമ്മൾ വീട്ടിലെത്തി കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോന്നു. എനിക്കറിയില്ല അത് എന്താ ഉണ്ടായത്, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒരു ഐഡിയ ഇല്ല. മാഷ് ഇങ്ങനെ പറഞ്ഞതെന്നല്ലാതെ നമ്മൾ ആൻസർ കീ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് 623 സ്കോർ, 628 പിന്നെ ഒരു ഫിഗിൻ്റെ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് വന്നതുകൊണ്ട് എൻ്റെ 623 അപ്പോൾ ഞാൻ എക്സ്പെക്റ്റഡ് സ്കോർ 628 പിന്നെ 3 മാറി. അപ്പോൾ എനിക്ക് അറിയില്ല, ഞാൻ അന്ന് എന്താ പറയുക അത്രയും ഡൗൺ ആയിരുന്നു. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, ഞാൻ വീട്ടിൽ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ JPC തിരിച്ചു വന്നു. പിന്നെ JPൻ്റെ ഇപ്പോൾ ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും. ഞങ്ങളിവിടെ ഹോസ്റ്റലിൽ നിന്ന് അങ്ങനെ പോയി. പിന്നെയാണ് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്, നമുക്ക് ആ ഒരു എക്സാം ശരിക്കും ടഫായിരുന്നു. കട്ട് ഓഫ് നമ്മൾ അന്ന് എക്സ്പെക്ട് ചെയ്തത് 490 ആവും, 510 അങ്ങനെയൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത്. ആ ഒരു ലെവലിലേക്ക് എത്തും. അപ്പോൾ കട്ട് ഓഫ് 525 ആണെങ്കിലും കഴിഞ്ഞ കൊല്ലത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഓൾ ഇന്ത്യ കട്ട് ഓഫ് 650 ആയിരുന്നു. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ 525 ആവുക നല്ലത് ഏകദേശം 120 മാർക്ക് 130 മാർക്ക് കുറഞ്ഞു. അത് ഭയങ്കര വലിയ കുറവ് തന്നെയാണ്. അത്രയും ടഫായിരുന്നു എക്സാം. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് എന്ത് ഇന്ത്യ കിട്ടിയ മാർക്ക് എത്ര വലുതായാലും മനസ്സിലായത്. പിന്നെ നമുക്ക് ആൻസർ കീ വന്നപ്പോഴാണ് എന്ത് എൻ്റെ ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലായതിന് കറക്റ്റ് ചെയ്യാണ്ട് 623 സ്കോർ. എന്നിട്ട് ഈ 623 കുറച്ച് സ്പെഷ്യൽ നമ്പറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇക്കൊല്ലം കിട്ടിയ സ്കോറും കഴിഞ്ഞൊല്ലം കിട്ടിയ സ്കോറും സെയിം സ്കോറാണ്. എന്ത് ചെയ്യാം, കഴിഞ്ഞൊല്ലം എനിക്ക് ആ സ്കോറിൽ എന്ത് ചെയ്യും ഒരു കോളേജിലും കിട്ടിയില്ല. പക്ഷേ സെയിം സ്കോറിൽ എനിക്ക് എന്ത് ചെയ്ത് ഇക്കൊല്ലം ഈ കേരളത്തിലെ A റാങ്കാണ് ഞാൻ. അതൊരു സ്പെഷ്യൽ നമ്പറും കൂടിയാണ് 623. അങ്ങനത്തെ ഒരു സ്കോറിൽ എത്താൻ പറ്റി ചെയ്ത്. ആ സമയത്ത് നമ്മളെന്താ പറയുക ഫ്രണ്ട് ഗ്രൂപ്പിൽ കുറച്ച് പേർക്ക് എന്തെങ്കിലും കിട്ടിയില്ല. നമ്മൾ ആ ഒരു സന്തോഷം നമുക്ക് അത്ര എന്തായില്ല ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയില്ല, നമുക്ക് അത്ര ആയിട്ട് ആസ്വദിക്കാൻ പറ്റില്ല. പിന്നെ നീറ്റ് ജേണിനെ പറ്റി പറയാണ്ടില്ല. അവിടെ നിന്ന് പിന്നെ കിട്ടില്ല എല്ലാവരും പോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ ചെറിയ പണികളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അതാണ് ഇപ്പോഴത്തെ ഒരു നീറ്റ് ജേണി. ഇതിൽ പുതിയ വരുന്ന കുട്ടികളോട് പറയാനുള്ളത്, ഇനി റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ റിപ്പീറ്റിന് വരുന്നവർ റിപ്പീറ്റ് ചെയ്യാൻ വരുന്നവർ ഇപ്പോൾ ചോദിക്കുക. അതായത് +1 ബോർഡ് എക്സാം +1 +2 ഒക്കെ സാധാ സ്കൂളിൽ പഠിച്ച് വരുന്ന ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിച്ചു വന്ന ഒരാൾ ബേസ് ഉണ്ടോയെന്ന് അറിയില്ല. ബോർഡ് എക്സാം ടഫായിരുന്നു, അതെന്നെ പ്രോപ്പറായിട്ട് പാസ്സാകാൻ പറ്റിയില്ല. ഇന്നെന്താണ് എന്താ പറയുക, ഇനി നീറ്റ് എക്സാം ടഫാണെന്ന് കേട്ടത്, ഇനി എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ. നീറ്റ് എക്സാം ഇപ്രാവശ്യം ടഫായിരുന്നു, അത് വെച്ചാൽ എല്ലാ പ്രാവശ്യം ടഫാണെന്നുണ്ടോ ഒരു നിർബന്ധമല്ല. കാരണം വെച്ചാൽ ഇതിന് മുമ്പത്തെ ടഫായിട്ടുള്ള എക്സാം പറഞ്ഞാൽ 2016 അതിൻ്റെ ഇടയിൽ നമുക്ക് ഓരോ എക്സാമുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ടഫ്നെസ് ഇങ്ങനെ വേരി ചെയ്തുകൊടുക്കുകയാണ് ഉള്ളത്. മിക്ക എക്സാം മോഡറേറ്റ് ആയിരുന്നു, ചെറുതെന്തായാലും കുറച്ചുകൂടി ടഫർ സൈഡിലേക്ക് പോകും. 2024 എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഭയങ്കര ഈസി പേപ്പറായിരുന്നു. അപ്പോൾ അടുത്ത കൊല്ലത്തെ എക്സാം ടഫാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി ടഫ് ഈസി അതിന് റെലവൻസ് ഉണ്ടോ? അതൊരിക്കലും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റാങ്കിൽ എത്തേണ്ട ആളില്ലേ, അയാൾ ചെയ്യേണ്ട വർക്ക് അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. മാർക്ക് ഏതോ ആയിക്കോട്ടെ, പക്ഷെ അവിടെ കിട്ടേണ്ട റാങ്ക് അതെന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് അയാൾ എത്രയാണ് വർക്ക് ചെയ്തത് അതിനുള്ള റാങ്ക് തന്നെ കിട്ടും. അത് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മാർക്ക് വെച്ചിട്ടല്ല പഠിക്കേണ്ടത്, റാങ്ക് നോക്കിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, എക്സാം മാക്സിമം എഫേർട്ട് എടുക്കുന്ന രീതിയിൽ പഠിക്കുക. ഇങ്ങോട്ട് റാങ്കാണ് നമ്മൾ നോക്കേണ്ടത്, മാർക്കല്ല. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് പറയുന്നത് ബേസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതായിരിക്കും. അത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കൊറോണ ബാച്ചിൽ നിന്നാണ് പഠിച്ചത്. എനിക്ക് ഫുൾ A+ ഒക്കെ ഉണ്ടായിരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ നിങ്ങൾക്ക് എന്തായിരിക്കും, ഞാൻ +2 ലെവലിൽ എങ്ങനെയായിരുന്നു അതിനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും കുറച്ചുകൂടി അറിവ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് ഞാൻ ആ സെയിം ലെവലിൽ നമ്മൾ നീറ്റ് എന്താ പറയുക എക്സാം ചെയ്താണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല മാർക്ക് ഉണ്ടാവും. അവിടെ നിന്ന് എനിക്കത് ഇങ്ങോട്ട് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എത്താൻ പറ്റും. അത് ഒരു വർഷം കൊണ്ട് തന്നെ എത്താൻ പറ്റും. നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ JPC പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് അതിനകത്ത് ഗൈഡൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്തപ്പോൾ എനിക്ക് ആ ഗൈഡൻസ് ആയിരുന്നത് പ്രോപ്പറായിട്ട് അവിടെ നിന്ന് ലാക്ക് ചെയ്തിരുന്നത്. അതെനിക്ക് ഇവിടെ നിന്ന് കിട്ടിയതുകൊണ്ട് എനിക്ക് എന്താ പറ്റി നന്നായിട്ട് കയറി വരാൻ പറ്റി. അതാണ് ശരിക്കും എന്ത് പറയാം എനിക്ക് പ്രാവശ്യം ഇത്ര നല്ല റാങ്ക് എത്തിക്കാൻ എന്നെ സഹായിച്ചത്. JPS പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് അഷ്യൂർഡാണ്. അതിൻ്റെ അഷ്യൂറൻസ് എന്തായാലും ഞാൻ തരും. കാരണം വെച്ചാൽ
എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള മാഷന്മാരെ എനിക്ക് എടുക്കുന്നത് എന്താണ്, ഞാൻ അത്രയും കമ്മിറ്റഡ് ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഞാൻ ആ ഒരു അഷുറൻസ് എന്തായാലും തരാം, നിങ്ങൾക്ക് ആ ഒരു പേഴ്സണൽ സപ്പോർട്ട് എന്തായാലും കിട്ടുന്നുള്ളത്. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ എക്സാം, അതായത് ബോർഡ് എക്സാമിൽ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത് അതേപോലെ നിങ്ങൾ നീറ്റ് എക്സാം പഠിക്കേണ്ടത്. അത് പുതിയൊരു മെത്തഡോളജി. ശരിക്കും പഠിക്കുന്ന സബ്ജക്റ്റ് മാത്രമല്ല, നിങ്ങൾ പഠിക്കുന്ന ബുക്കൊക്കെ സെയിം ആണെന്നുണ്ടെങ്കിൽ പോലും പഠിക്കുന്ന രീതിയിൽ നല്ല വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. കാരണം നിങ്ങളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മൾ കോൺസെപ്റ്റ് കാണാപ്പാടം പഠിച്ചിട്ട് അവിടെ എഴുതിക്കുന്നതല്ല, കോൺസെപ്റ്റ് നമുക്ക് ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡിങ് വേണം. ആ അണ്ടർസ്റ്റാൻഡിങ് വെച്ചാണ് നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റണം. ശരിക്കും നമുക്കെന്താ പറയുക, നല്ല ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസാണ് അതൊക്കെ. ലൈക്ക് ഇപ്പോൾ ഡാറ്റ കാണാപ്പാടം പഠിച്ചാൽ ഡാറ്റ അവിടെ എഴുതിക്കാൻ ഇത് ലെവൽ 1 ആണെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു ലെവൽ 3 ലെവൽ 4 ആയി വരും. അതെന്താണ്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് ആ സ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരണം. അത് നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് ടൈം എടുക്കും. ആ സമയമാണ് നിങ്ങൾ എന്തെങ്കിലും പേടിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ബാക്കിയൊക്കെ നിങ്ങൾക്ക് എന്താണ്, എത്ര നിങ്ങൾ വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ച് കിട്ടേ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് അതാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫിയർ ചെയ്യേണ്ട സാധനം. അവിടെ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എന്തായാലും കയറാൻ പറ്റും. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ആദ്യമൊക്കെ കുറേ നമ്മളെന്താണ് ഓക്കെ ഇതൊക്കെയാണ് സംഭവങ്ങളില്ല ആദ്യം നമ്മൾ കുറേ വർക്ക് ചെയ്യും, പിന്നെ നമ്മൾ ബേൺ ഔട്ടായി പോകും. കാരണം വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ബേൺ ഔട്ടായി പോകും. അത് നമ്മൾ കുറേ നേരം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, മസിൽ വേദനിക്കാൻ തുടങ്ങില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വീണ്ടും വർക്കൗട്ട് ചെയ്യുക അതോ റെസ്റ്റ് എടുക്കുക ചെയ്യേണ്ടത്? എന്തായാലും എല്ലാവർക്കും ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടത്. അതേപോലെ മൈൻഡ് നന്നായിട്ട് യൂസ് ചെയ്യേണ്ടത്, മൈൻഡിന് എന്ത് ചെയ്യണം, കുറച്ച് റിലാക്സേഷൻ കൊടുക്കണം. അത് ചിലപ്പോൾ ഉറങ്ങിയിട്ടാവുക, ചിലപ്പോൾ എന്ത് ചെയ്യുക, കൂട്ടുകാരൊപ്പം കുറച്ചൊരു വർത്താനം പറഞ്ഞിട്ടോ ചിലപ്പോൾ വല്ല കോമഡിയൊക്കെ പറഞ്ഞ് ചളിയൊക്കെ പറഞ്ഞ് നിൽക്കുന്നതായിരിക്കാം. അതെന്താണ് നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കാൻ വേണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വീണ്ടും പഠിക്കാൻ. അതായത് എക്സസൈസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ റെസ്റ്റ് എടുത്താലല്ലേ വീണ്ടും നന്നായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ മൈൻഡ് പഠിക്കാൻ എന്താണ്, മൈൻഡിനുള്ളൊരു എക്സസൈസ് ആണല്ലോ. അതെന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്താലല്ലേ നമുക്ക് വീണ്ടും പഠിക്കാൻ കഴിയുള്ളൂ. അത് നമുക്ക് ചെയ്യണ സമയത്ത് നമുക്കൊരു ഗിൽറ്റായിട്ട് തോന്നും, നമുക്കൊരു കുറ്റബോധം തോന്നും, നമ്മളത് ചെയ്യണം വേണ്ടത്. ശരി, എന്താ പറയുക, നമ്മൾ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗെയിം കളിക്കണമെന്ന് പറഞ്ഞാൽ ഒരു കോൺട്രഡിക്റ്ററി ആണല്ലോ. പക്ഷെ എന്നാലും എന്താണ്, അതിലൊരു മീനിങ് ഉണ്ട്. അതാണ് എന്താണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓവർലോഡ് ചെയ്യുന്ന സ്ട്രെസ് എടുക്കാതൊക്കെ. നിങ്ങൾ ഇനി റിപ്പീറ്റേഴ്സിനോടാണ് കുറച്ചുകൂടി പറയാനുള്ളത്. റിപ്പീറ്റ് ചെയ്യുന്നവർ എന്താണ്, അവർക്ക് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതൊക്കെ എന്തായാലും അവർക്ക് ബാധകമാണല്ലോ. ശരിക്കും ആ റിപ്പീറ്റ് ചെയ്തെടുക്കുന്ന കണ്ടപ്പോൾ ഒന്നൊരു സെറ്റായിരിക്കും. അവർക്ക് എന്താ പറയുക, അവരുടെ റിപ്പീറ്റിൽ പറ്റിയ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അത് റെക്ടിഫൈ ചെയ്യണം ഇനി അടുത്ത വേണ്ടത്. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഏജ് കൂടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, ശരിക്കും അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ആലോചിക്കണം എന്താ പറയുക, റിസ്ക് വേഴ്സസ് റിവാർഡ്. അതായത് നിങ്ങൾ എടുക്കുന്ന റിസ്ക് അതിന് എത്ര റിവാർഡാണ് കിട്ടുക. അതായത് നിങ്ങൾക്ക് ഇതിന് കിട്ടുന്നൊരു ഇതുണ്ടല്ലോ, അതായത് നിങ്ങൾ എൻ്റെല്ലാം എന്താണ് ആ ഒരു പ്രൊഫഷൻ, അല്ലെങ്കിൽ ഡോക്ടർ എന്നുള്ളൊരു പ്രൊഫഷൻ, അത് ശരിക്കും അവർ എൻ്റെത്തെ പ്രൊഫഷൻ അത്രയും വാല്യുബിൾ ആണ്, നിങ്ങൾക്ക് അത്രയും ബേണിങ് പാഷൻ അതിനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് എന്താണ് ആ ഒരു ചോയ്സിന് എടുക്കാം. പക്ഷേ നിങ്ങളപ്പോൾ അതിൻ്റെ ഒരു കോൺസ് കൂടി നിങ്ങൾ ആലോചിക്കണം, അതിൻ്റെ റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത്. അതെന്താണ് നമ്മളൊരു വർഷം റിപ്പീറ്റ് ചെയ്യണം, ഇനി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഉള്ളത്. പക്ഷേ നമ്മളെന്ത് ചെയ്യുക, എപ്പോഴും ഹോപ്പ് വെച്ചിട്ട് തന്നെ തുടങ്ങുകയാണെങ്കിൽ എപ്പോഴും ഹോപ്പ് വെച്ചിട്ട് നിങ്ങൾ തുടങ്ങുക. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്ത് പേടിക്കരുത്, ഇനി ഇല്ലെങ്കിലും ഉള്ളത് സെക്കൻഡ് തോട്ട്സ് ഒരിക്കലും വരരുത്. കാരണം വന്നതിന് എന്ത് ചെയ്യും, നമ്മൾ ടെൻഷനാൻ തുടങ്ങും, വീണ്ടും പാനിക്കാൻ തുടങ്ങും. അത് കാരണം ചിലർക്ക് എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് ഹെൽത്ത് എന്ത് ചെയ്യില്ല, ഈ മെൻ്റൽ പ്രോബ്ലം ആയതുകൊണ്ട് എന്ത് ചെയ്യും, ആങ്സൈറ്റി പാനിക്കൊക്കെ വന്നിട്ടുണ്ട് എന്ത് ചെയ്യും, ഹെൽത്ത് ഭയങ്കര വീക്കാവുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെന്ത് ചെയ്യും, ടെൻഷൻ എടുക്കാത്ത രീതിയിൽ പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാൻ അത് സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാതെ ഒരിക്കലും പോകരുത്. അപ്പോൾ റിപ്പീറ്റിന് നമുക്കൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. കാരണം റിപ്പീറ്റ് ഓൾറെഡി നമ്മളത് കഴിഞ്ഞതാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ആ പറ്റിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്താൽ നമുക്ക് എന്ത് ഉള്ളൂ, ഇപ്രാവശ്യം അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും എനിക്ക് ഇപ്രാവശ്യം എന്ത് ചെയ്ത് ആ മിസ്റ്റേക്ക് കൃത്യമായിട്ട് റെക്ടിഫൈ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്ത് ഈ ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ആ ഒരു മിസ്റ്റേക്കുകൾ റെക്ടിഫൈ ചെയ്യുക. ഞാനൊരു റിപ്പീറ്ററാണ്, റിപ്പീറ്റ് ചെയ്യുമ്പോൾ മുമ്പുള്ള പ്രശ്നം എനിക്ക് ഏകദേശം അറിയാം. പക്ഷേ എൻ്റെ അതേ പ്രശ്നങ്ങളാണ് നിങ്ങളതൊന്നും വരണമെന്നില്ല. നിങ്ങളെ ചോയ്സ് എപ്പോഴും എന്താണ്, നിങ്ങളും നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ സിറ്റുവേഷനും മാത്രം ബേസ് ചെയ്തിട്ടാണ് വേണ്ടത്. നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് മിസ്റ്റേക്കുള്ളത് നോക്കുക. ചിലപ്പോൾ ചിലർക്ക് വേറെ കോഴ്സ് ആയിരിക്കും, കാരണം കുറേ റിപ്പീറ്റ് ചെയ്തേക്കും. ഇനി അതിന് മാത്രം MBBS വേർത്താണോ നിങ്ങളോട് ചോദിക്കണം. കാരണം നിങ്ങളുടെ ഡ്രീം അതിനുവേണ്ടി നിങ്ങളെടുത്ത എഫേർട്ട് അതിന് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്നുകൂടെ റിട്രൈ ചെയ്യുക. അതിലൊരു കുഴപ്പം ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് പേഴ്സണലി അത് വേർത്താണോ നിങ്ങളോട് തന്നെ ചോദിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇനിയൊരു റിപ്പീറ്റ്, ഇനിയൊരു നീറ്റിനോട് നമ്മൾ എക്സാം എഴുതണോ വേണ്ടേ എന്നത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആലോചിച്ച് തന്നെ തീരുമാനം എടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഞാൻ ഒരു 11 മണി മുതൽ ഏകദേശം ഒരു 6 മണി വരെ എന്ത് ചെയ്യുന്നത് എൻ്റെ ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ ഇല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ടുള്ള ടൈം വേണ്ടത്. ബാക്കിയുള്ള ടൈം എന്ത് ചെയ്യുക, ഞാൻ ഫ്രീ ആയിരിക്കും, എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നോട് ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഒന്നേ റിപ്പീറ്റോ അല്ലെങ്കിൽ റിപ്പീറ്റിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക, എന്നോട് സംസാരിക്കാം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ നീറ്റ് ജേണി. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.